Let's go, chat. Let's go. ലൈവ് വന്നോ? ഓക്കെ ഓക്കെ, ലെറ്റ്സ് ഗോ. ലെറ്റ്സ് ഗോ ചാറ്റ്, ലെറ്റ്സ് ഗോ. ഫേസ് ക്യാം ഇല്ല, കാരണം ഫേസ് ക്യാം ഞാൻ ഇടുന്നില്ല. കാരണം ഫേസ് ക്യാം ഇട്ട് കഴിഞ്ഞാല് കുറെ എന്താ പറയാ, കുറെ ആൾക്കാർക്ക് അതൊരു ഇതായിട്ട് തോന്നും. അതുകൊണ്ട് ഫേസ് ക്യാം ഇല്ല. ഫേസ് ക്യാം ഇല്ലാണ്ടാണ് ഞാൻ ലൈവ് ചെയ്യുന്നത്. സോറി, ഫേസ് ക്യാം ഉണ്ടാവില്ല. അപ്പോൾ ഫേസ് ക്യാം ഇടറ അർഷി ഇല്ല ബ്രോ, ഫേസ് ക്യാം ഇല്ല. കാരണം ഫേസ് ക്യാം ഇട്ട് കഴിഞ്ഞാല് നിങ്ങൾക്ക് വെറുതെ ചുമ്മാ വന്ന് കുണച്ചിട്ട് ഞാൻ അത് കാണേണ്ടിയും കേൾക്കേണ്ടിയും വരും. അതിന്റെ ആവശ്യമില്ല. ഓക്കെ, പേടിയാണോ? ആ പേടിയാണ്, അങ്ങനെ കൂട്ടിക്കാം. ഓക്കെ, ഓക്കെ. എന്തൊക്കെ കാര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്ക് ഫേസ് ക്യാം ഇടാം. അല്ലാണ്ട് നിന്റെ ഒന്നും വായിരിക്കുന്ന ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫേസ് ക്യാം ഇടൂല. ഓക്കെ, അപ്പൊ കാര്യം ഉണ്ടെങ്കിൽ ഞാൻ ഫേസ് ക്യാം ഇടും, അല്ലാതെ ഫേസ് ക്യാം ഇടുന്ന പരിപാടി ഇല്ല. കാരണം വെളുപ്പിക്കല്ലോ, ആര് വെളുപ്പിക്കല്? കാണാൻ പൂതിയല്ല എനിക്ക്. DC റിയാക്ട് ഉഡായിപ്പ് വേണ്ട, ഉഡായിപ്പൊന്നും വേണ്ട. ഞാൻ ചാറ്റ് ഇതാക്കി വെച്ചാലോ, ഇമോട്ട് ഓൺലി ആക്കിയാലോ? ഇമോട്ട് ഓൺലി. ഇത് നമുക്ക് ഞാൻ ഇതിനല്ല വന്നത്. ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനും കുറച്ച് കാര്യങ്ങൾ പറയാനും കാണിച്ചു തരാനൊക്കെയാണ് ഞാൻ വന്നത്. പക്ഷെ ഇവിടെ കുറേ നാറികളുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ അത് വേണ്ടെന്നാ വിചാരിക്കുന്നത്. ഇവനൊന്നും അതൊന്നും അറിയണ്ട, ഇവനൊന്നും അത് അറിയേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ഇവനൊന്നും അത് അറിയേണ്ട ആവശ്യമില്ല. സോ അത് വേണ്ട. ഇവനെല്ലാം ഈ കോൺട്രവേഴ്സിക്ക് വരുന്ന ടീമാണ്. അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല. കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനും ഇതാക്കാനൊക്കെ ഉണ്ട്. പക്ഷെ വേണ്ട, അതിന്റെ ആവശ്യമുണ്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് അത് ഡിസേർവ് ചെയ്യുന്നില്ല. ഓക്കെ, സോ അതിന്റെ ആവശ്യമില്ല. ഞാൻ ഇമോട്ട് ഓൺലി ആക്കിയിട്ട് ഞാൻ ലൈവ് ചെയ്തോളാം. ഓക്കെ, അതല്ലേ നല്ലത്. RP അല്ലേ? അപ്പൊ RP ഉണ്ട്. അപ്പൊ നമുക്ക് RP കളിച്ച് നമുക്ക് അങ്ങ് പോവാം. ഞാൻ ഇതിനെല്ലാം വന്നത് കുറെ കാര്യങ്ങൾ പറയാനും കാണിക്കാനും ഇതാക്കാനൊക്കെ വന്നതാണ്. പക്ഷെ അതിന്റെ ആവശ്യമില്ല. ഓക്കെ, അത് വേണ്ട. ഇവനൊക്കെ ഇവിടെ വന്ന് വെറുതെ ഇതും വിളിച്ച് അങ്ങ് പോയിക്കോട്ടെ. ഇമോട്ട് ഓൺലി മതി, നമുക്കത് മതി. നമുക്ക് നമ്മളെ പരിപാടിയായിട്ട് മനസ്സിലായോ? നമുക്ക് നമ്മളെ പരിപാടിയായിട്ട് അങ്ങനെ പോവാം. അതല്ലേ നല്ലത്. അതിന്റെ സ്ഥിരമായിട്ട് നമ്മൾ വരുന്ന ആൾക്കാർ മാത്രം ഒന്ന് പറഞ്ഞാട്ടെ. അവര് മാത്രം പറഞ്ഞ നമുക്ക് ഇമോട്ട് ഓൺലി ഇട്ട് RP കളിച്ച് പോയാൽ പോരെ. അല്ലാണ്ട് ഇവനൊന്നും വെറുതെ ഇത് കൊടുക്കാൻ വേണ്ടിട്ട് പൈസ പോണെങ്കിൽ ചിരി വരുമ്പോ അല്ലേ? ഓക്കെ 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 ഓക്കെ, നമുക്ക് അത് മതി. ഓക്കെ, അപ്പോ അപ്പം കുത്തിത്തിരിപ്പാക്കാൻ വന്ന നാറികളെല്ലാം വിട്ടോ. നിങ്ങൾക്ക് ഇവിടെ റോളില്ല, ഇന്നില്ല, പിന്നെ പറയാം. അപ്പൊ വിട്ടോ. ഓക്കെ, ഞാൻ ഇമോട്ട് ഓൺലി ആക്കിയാണ്. കാരണം എൻ്റെ ആൾക്കാർക്ക് അത് മതി. നമ്മൾ RP കളിച്ച് നമ്മളെ ഇതുമായിട്ട് നമ്മൾ പോയിക്കോളാം. സോ നിങ്ങളെ ആവശ്യം ഇവിടെ ഇല്ല. അപ്പൊ വിട്ടോ. എവിടെയെന്ന് വെച്ചാൽ എവിടുന്നാണോ വന്നിന് അടുത്തേക്ക് വിട്ടോ. ഓക്കെ ഓക്കെ, ലെറ്റ്സ് ഗോ. ഫേസ് ക്യാം ഉണ്ട്. ഫേസ് ക്യാം നമുക്ക് ഇടാം, കുറച്ച് കഴിഞ്ഞിട്ട് ഇടാം. ഈ മറ്റേ കോൺട്രവേഴ്സിക്ക് വന്ന നാറികളെല്ലാം ഒന്ന് പോട്ടെ. മനസ്സിലായോ? ഇവന്മാരൊന്നും ഇടാൻ വെച്ച് പൊറപ്പിക്കേണ്ട ആവശ്യമില്ല. ഇവന്മാരെല്ലാം പോട്ടെ, ഇവന്മാര് പോട്ടെ. അല്ലാണ്ട് വെറുതെ ഇവന്മാർക്ക് ഇതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അതെല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്ത് സോർട്ട് ചെയ്ത് പോവാന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഇവന്മാരൊന്നും ഇത് കാണിച്ചിട്ട് കാര്യമില്ലടാ. മറ്റേ പടം ഉണ്ടല്ലോ, ഏതാണ് നെസ്ലിന്റെ മറ്റേ പടത്തിൽ പറഞ്ഞ പോലെ
അതാണ് അതിന്റെ സംഭവം, മനസ്സിലായി? ഇവരെല്ലാം എന്ത് ഇതാക്കിയാലും ഇവർക്കെല്ലാം വിശ്വസിക്കാൻ താല്പര്യമുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവും. അതിൽ മാത്രമേ അവർ വിശ്വസിക്കൂ. ഇപ്പൊ എന്തൊക്കെ കാര്യം ചെയ്തിട്ടാണെങ്കിലും, എന്തൊക്കെ എൻ്റെ ഭാഗത്ത് ശരിയുണ്ട് എന്നും ഇതുണ്ട് എന്നും അതിനുള്ള എല്ലാ പ്രൂഫും കാര്യങ്ങളെല്ലാം എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ അതൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ പറഞ്ഞ പോലെ ഇവനെല്ലാം വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അവരത് വിശ്വസിച്ച് അങ്ങനെ പോയിക്കോട്ടെ, അതല്ല നല്ലത്. അവരത് വിശ്വസിച്ച് അങ്ങ് പോയിക്കോട്ടെ, നമുക്ക് അവരെ തൃപ്തിപ്പെടുത്തേണ്ട ആവശ്യമില്ല. അവരത് വിശ്വസിച്ചോട്ടെ, അവരെ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ. അപ്പൊ അതുമായിട്ട് അവർ പോട്ടെ. അപ്പൊ ഇവന്മാരൊന്നും വെറുതെ നമ്മള് എന്താ പറയാ വിശ്വസിപ്പിച്ച് കൂടെ നിർത്തേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെ കോൺട്രവേഴ്സിക്ക് വന്ന ആൾക്കാർ ആ വഴിക്ക് അങ്ങ് പോയിക്കോ. ഓക്കെ, നമുക്ക് നിങ്ങളെ ആവശ്യമില്ല. നമ്മളിവിടെ RP കളിച്ച് ഞാൻ പോയിക്കോളും, എനിക്ക് അതിന്റെ ഇതുണ്ട്. അപ്പൊ ആ രീതിയിൽ ഞാൻ പോയിക്കോളാം. എനിക്ക് നിങ്ങളെ ആവശ്യമില്ല. കോൺട്രവേഴ്സിന്റെ ആൾക്കാർ ഇവിടെ വരണ്ട. ഓക്കെ, ഞാൻ ഇതിന്റെ കാര്യങ്ങൾ പറയാന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ വേണ്ട. അത് ഡിസേർവ് ചെയ്യുന്നില്ല, അതാണ് ഒന്നാമത്തെ കാര്യം. അല്ല നല്ലത്, അത് മതി. കാരണം ഈ പറഞ്ഞ പോലെ ഇവനെല്ലാം വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പൊ അതും ഇനിയിപ്പോ എന്തെല്ലാം പറഞ്ഞാൽ പോലും ഇവനെല്ലാം വേറെ കുറേ പറയാനും ഇതാക്കാനും ഉണ്ടാവും. അപ്പൊ ഓനെല്ലാം അത് വിശ്വസിച്ച് അങ്ങനെ ജീവിക്കട്ടെ. അവരങ്ങനെ വിശ്വസിച്ച് അവരെ ഇതിലങ്ങനെ പോട്ടെ, അതല്ലേ നല്ലത്. വെറുതെ ഞാൻ എന്തിന് ഇവനോടെല്ലാം ഈ പറഞ്ഞ പോലെ തെളിയിക്കേണ്ട ആവശ്യം? അനക്ക് എന്റെ ജീവിതം എന്നെ തെളിയിക്കുക, എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർ ഇതാക്കുക എന്നല്ലാണ്ട് ബാക്കിയുള്ള ആൾക്കാർ തെളിയിക്കണ്ടോ വിശ്വസിപ്പിക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. ഓക്കെ, കാരണം ഈ നാട്ടുകാരൻ സർട്ടിഫിക്കറ്റും വാങ്ങിയിട്ട് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്ന പരിപാടി ഞാൻ നിർത്തി. ഞാൻ എൻ്റെ ഇതില് പോയിക്കോളാം, മനസ്സിലായോ? അതാണ് എനിക്കും നല്ലത്, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും നല്ലത്, മനസ്സിലായോ? പക്ഷെ എന്നാലും ചാറ്റിലായിട്ട് ഒരു സുഖമില്ല കേട്ടോ. ഇവന്മാരെ തെറിവിളിയും കരച്ചിലും ആണെങ്കിലും ഒന്ന് കണ്ടു നോക്കട്ടെ. ഒറ്റ മിനിറ്റ് ഒന്ന് ഓഫാക്കി നോക്കട്ടെ, എന്തെങ്കിലും മാറ്റമുണ്ടോ നോക്കട്ടെ, ഒന്ന് നോക്കട്ടെ. അണ്ടി അല്ല, വേണ്ട, അല്ലോ, വേണ്ട 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 വേണ്ട. യാ റബ്ബേ. കോൺട്രവേഴ്സി? എന്ത് കോൺട്രവേഴ്സി? ഞാൻ ഈ പറഞ്ഞ എന്റെ പ്രഷറും ഇതും കൊണ്ട് ഞാൻ എന്തെല്ലോ മണ്ടത്തരങ്ങൾ കാണിച്ചു കൂട്ടുന്നുണ്ട്. എനിക്ക് ഇനി അതിന് താല്പര്യമില്ല, മനസ്സിലാവും? ഫേസ് ക്യാം വേണ്ട ഗൈസ്, നമുക്ക് ഇന്നിങ്ങനെ കളിക്കാം. RP അല്ലേ, നമുക്ക് ഇങ്ങനെ പോവാം. ഓക്കെ, ഷമീർ ഫസ്റ്റ് ഫേസ് ക്യാം ഓഫ് ലൈവ്. കാര്യല്ലേ, എൻ്റെ ആദ്യത്തെ ഫേസ് ക്യാം ഇതായിട്ടുള്ള ലൈവാ. സത്യം, അത് സത്യം. എന്താ ഇവന്മാരെ കിടന്നിങ്ങനെ തെറി വിളിക്കുന്നുണ്ടല്ലോ. എന്നാ പിന്നെ വിളിക്കട്ടല്ലേ, എന്താന്ന് ചെയ്യണ്ടേ? വേണ്ട, നമുക്ക് നമ്മളെ പരിപാടിയായിട്ട് പോയാൽ പോരെ. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് എനിക്കറിയാം. ബാക്കി പിന്നെ ഈ കണ്ട കോൺട്രവേഴ്സിക്ക് വന്ന മൈരന്മാരോട് വെറുതെ സംസാരിച്ചിട്ട് കാര്യമില്ല. സോ നമുക്കത് ഇമോട്ട് ഓൺലി തന്നെ ആക്കാം. അവന്മാര് മതി, അവന്മാരെ ഇവിടെ കിടന്ന് ചിലക്കണ്ട, വിട്ടോ. ഓക്കെ, ഇതെന്താ പ്രശ്നം? നമുക്ക് ഈ ഗ്യാങ്ങിന്റെ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഇതാക്കാനുണ്ട്, കുറേ പരിപാടീസ് ഇടുന്നുണ്ട്, മനസ്സിലാ? അപ്പോൾ എനിക്കാണെങ്കിൽ ഒന്നാമത് സമയവും ഇല്ല. അതുകൊണ്ട് പിന്നെ ഈ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനത്തെ കുറേ ഇതിൽ പെട്ടുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനും പറ്റില്ല. അപ്പം ഇനി അങ്ങോട്ട് RP ആയിട്ട് മാത്രം മുമ്പോട്ട് പോകാമെന്ന് ഞാൻ ചിന്തിക്കുന്നത്. ഓക്കെ, അപ്പം അതിനുള്ള ആൾക്കാർ മാത്രം മതി, ബാക്കി ആരും ഇവിടെ ആവശ്യമില്ല. ബാക്കി എല്ലാവരും വിട്ടോ. RP ആണാനുള്ള ആൾക്കാർ മാത്രം ഇടുണ്ടായാൽ മതി. ഇതേതോ ഡ്രസ്സ്? ഇതല്ലല്ലോ ഞാൻ ഇട്ട ഡ്രസ്സ്. ഇതേതോ ഗ്യാങ് ഡ്രസ് എന്തോന്ന് തോന്നട്ടാ. ഇതേതാ ഡ്രസ്? ഒരു
ഓക്കെ. കൊച്ചാ പിന്നെ അമ്പലത്തിൽ വിളിയോ? ചാറ്റ് ഇല്ലാത്തോണ്ട് ഇതൊന്നും ചോദിക്കാനും കഴിയില്ലല്ലോ. അയ്യോ നമുക്ക് എന്തെല്ലാം പണിയുണ്ടല്ലോ. അന്ന് നമ്മൾ എങ്ങനെയാണ് ലൈവ് എൻഡ് ചെയ്തത്? നമ്മളെ കയ്യിൽ പൈസന്റെ ഇടപാടുണ്ട്, ബിസിനസ് തുടങ്ങണം. അതിന് ശേഷം എന്തെല്ലാം സംഭവിച്ചു പുല്ല്. ഇത് രണ്ടും കൊണ്ടുപോക്ക് ഭയങ്കര ടാസ്ക് ആട്ടാ. ഈ റിയൽ ലൈഫിൽ പുറത്തെ ജീവിതവും പിന്നെ ഇതും. അതായത് എന്തെങ്കിലും ഇതാരാ ഹലോ ഓക്കെ. വീരാന്ന് വിളിക്കാം. ഒരു വണ്ടി കിട്ടിയിരുന്നെങ്കിൽ. ആ കാറ് വാങ്ങട്ടെ ഇന്ന്. അല്ല ഇതാര്? ഹലോ 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 നിർത്ത്, വണ്ടി നിർത്ത്. ഹലോ ഇതാരാ? ഹലോ പേരെന്താ? ആ ഓക്കെ. എന്നെ 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 ഒന്ന് മുതുക്കിലിറക്കോ? ഉങ്ക പേര് എന്നാ? ധനലക്ഷ്മി. ആ ഓക്കെ ഓക്കെ. എൻ പേര് ഷുക്കൂർ. ഹായ് ധനലക്ഷ്മി. ധനലക്ഷ്മി ബാങ്കാണോ? ബാങ്കോ? അല്ലല്ലേ. ബാങ്കോ? അയ്യോ ഇല്ല, ബാങ്കില്ല ബാങ്കില്ല. ഓ ധനലക്ഷ്മി ബാങ്ക്. ഓ ഐ സി. സൂര്യ. സൂര്യ ഉങ്കട ആര്? என் தம்பி தான். வா 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 சூர்யா, வா சூர்யா. வந்து கூப்பல்ல இடிக்க கூடாது. அது பிரேக் புடிச்ச நீ தாண்டி உள்ள வந்துட்ட. மொத்த பொളിയല്ല. இங்கிட்ட வா, நான் கண்ணு வச்சு பிடிக்கிறேன் உன்னை. யாரப்பே? கண்ணு வச்சு பிடி. ஹாய் சூர்யா. இன்னொருத்தி இருந்தாலே அவ எங்க? ஹாய் சூர்யா. ஹலோ சூர்யா. എന്താ? Hi, nice to meet you. ഹലോ முதுக்கு வந்து நிற்க. இவன் ஏன் இறங்கி குதிச்சா? இவன் നീ ഏൻ കുതിച്ച? വണ്ടി നടക്കണ്ട, ഓന് മനസ്സിലാവും. വണ്ടി നടക്കണ്ട. എന്നെ കണ്ടതിന് ഓന് മനസ്സിലാവും. സംഭവം മൊത്തം പൊളിയും. ഫുഡ് സാപ്പിടുക്കാങ്ക ഉட்கார்ந்து சாப்பிடலாம்ல. வா வா. ഹായ് സൂര്യ ബേബി. ഹായ് സൂര്യ ബേബി. என்ன? ഞാൻ ഉങ്ങളെ ആദ്യമായി പാക്കറേ. അടുങ്ക നീ யாருன்னு எனக்கு தெரிஞ்ச Dress பார்த்தா. என்ன? யாரு? அவன் பிஎம் ஆளு. ആരാ? பிஎம் பிஎம். സിഎമ്മോ? ആ. അതന്നെ. பிஎம் இல்ல സിഎം ആ? ആ ഞാൻ സിഎം. ஒழுங்கா போய் பல்கை. அப்புறம் சிஎம் பிஎம் சொல்லலாம். ആ അതുதான். ഗയ്സ് വണ്ടി പ്രോബ്ലം ഗയ്സ്. എടാ ഞാൻ കുതിച്ചേ. വണ്ടിയില അടുത്ത വണ്ടി കേറണം. ധനലക്ഷ്മി ഫ്രീ ആണോ? ആ എങ്ക പോണോ? എനിക്ക് ഡ്രസ് ഷോപ്പിൽ പോകണം. ആ വണ്ടി കേറ്. ഈ വണ്ടി ഞാൻ കേറുവോ? കേറൂല. നീ ഒരു ധനലക്ഷ്മിയോ? ആ ഇതെന്റെ ഗേൾഫ്രണ്ടാ. നീ ഒരു വണ്ടി എടുത്തിട്ട് വാ. വണ്ടി ഉണ്ട്. മാർക്ക് പണുങ്ക. എനിക്ക് മാർക്ക് പണ്ണ தெரியாது.
എന്താ ഹലോ മാർക്ക് പണിട്ടேൻ. ആ എനിക്കൊരു കാറ് വാങ്ങണമെന്നുണ്ട്. ധനലക്ഷ്മി ഒരു കാറ് സെലക്ട് ചെയ്ത് തരുമോ എനിക്ക്? நீங்க புதுசா இந்த ஊருக்கு? ആ പുതുസ് ഉங்களோட കാറ് നല്ല രസം இருக்கு. അപ്പോ നീ ഒരു കാറ് സെലക്ട് பண்ணிட்டா அது எனக்கு ரொம்ப பிடிக்கும். எனக்கு கார் செலக்ட் பண்ண தெரியாது. இது எனக்கு கிஃப்ட் கிடைச்சது. ആര് ഗിഫ്റ്റ് തന്നത്? என் பிரதர். ബ്രദറാ? എന്നാലും നീ என் கூட வந்து கொஞ்சம் சொல்லிட்டா എനിക്ക് கொஞ்சம் நிம்மதியா எடுக்க முடியும். இப்ப ட்ரெஸ் ஷாப் போணுமா கார் ஷாப் போணுமா? ആദ്യം ഡ്രസ് ഷോപ്പ് പോലാം. ட்ரெஸ் ஷாப் ஓகே. உங்களுக்கு பாய் ஃப்ரெண்ட் இருக்கா இங்க? இருக்கு. ആരാ? கண்ணாப்பி. ആ എനിക്ക് தெரியும். நாங்க ஃப்ரெண்ட்ஸ். இங்கதான் ட்ரெஸ் ஷாப் காட்டுது. இது ஆப்போசிட்டா? ഡ്രസ് ഷോപ്പിൽ വന്ന വരവാണേ കാണണേ. സാർക്ക് അടിപൊളി കേട്ടോ. കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ഡ്രൈവിംഗ് കേട്ടോ. താങ്ക് യു. അല്ല എന്നെക്കാട്ടി നന്നായിട്ട് ഓടിക്കുന്നുണ്ട്. താങ്ക് യു താങ്ക് യു. ഡ്രസ് മാറ്റിക്കോங்க. ഓക്കെ. എന്നാണ് ഇതിനകത്തൊരു ചിരിയൊക്കെ? ഇതിനകത്ത് ചിരിയൊക്കെ വണ്ടിക്കകത്ത്. നീ ഇങ്ങ് വാ. അടിപൊളി. ഇങ്ങ് വാ, ഇങ്ങ് വാ. എടാ ഞാൻ ഇതിന് മുമ്പ് എടുത്ത ഡ്രസ്സ് വേറെടാ. പക്ഷെ ഇത് മാറും മാറും. ആ ഇത് പോരെ? അത് കൊള്ളാലോ. കൊറേ സെറ്റ് വെച്ചിണ്ടാ. ആ വാ. എപ്പോ സെറ്റ് ചെയ്ത്? അതൊക്കെ ഉണ്ട്. നമ്മളറിയാണ്ട് കേറുന്നുണ്ടപ്പോ. എടാ അല്ലടാ ഇത് മുമ്പാക്കി വെച്ചതാ. മുമ്പാക്കി വെച്ചതാ. എവിടെയാ പെങ്കച്ചിനടുത്ത് പരിചയപ്പെട്ട് ധനലക്ഷ്മി പോയോ? മറ്റോ കൊണ്ടുപോയെന്നോ? ആര്? മറ്റെന്ന് പറഞ്ഞാല് ഇവിടെ ഒരു വേട്ടാളെ നിൽക്കണ്ടാവും. ആ വാ നമുക്ക് പോവാം. ഒരു വരുമ്പോ നമ്മള് കൊണ്ടാകേണ്ടി വരും. ഇനി ഏ ഇവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഓളയിൽ വണ്ടി ഉള്ളല്ലേ? പോയതായിരിക്കും. ഇല്ല വണ്ടി പോയി. വണ്ടി പോയോ? ആ ഇത് ധനലക്ഷ്മി. ആ ഇവിടുന്ന് പോയടാ. ഇടിച്ചിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ. അല്ല നമ്മളെ ഇതെന്തായി? ബിസിനസ് കാര്യങ്ങളെല്ലാം എന്തായി? ബിസിനസ് ഞാൻ സംസാരിക്കാൻ പോയിട്ടൊന്നുമില്ല. ഒറ്റക്ക് പോയി കഴിഞ്ഞാൽ മൂഞ്ചു. പൈസ ഒന്നുമില്ലല്ലോ കൊടുക്കണ്ടേ. അല്ല അത് ആരാന്ന് ഞാൻ എല്ലാ കാര്യങ്ങളും മറന്നു. ലാസ്റ്റ് നടന്ന ഞാൻ മറന്നുപോയി. നമ്മളെ മെയിൻ ആളുകളെ വിളിച്ചോട്ടെ. ഇവനെടെ എക്സിയുടെ എക്സി വരുമായിരിക്കും. ബോംബെ മച്ചുണ്ട്. ബോംബെ കേറിട്ടില്ലല്ലോ. ആ ബോംബെ ഡീലാക്കി തന്നത്. അടിയിലാക്കി തന്നെ തന്നെ നമ്മുടെ ഇവള് വരുമോ? വരും വരും. കേറുമായിരിക്കും. ഒരു 5 മിനിറ്റ് വരെ. 5 മിനിറ്റ് വരെ 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. എന്തായാലും ഒരു കാറ് വാങ്ങാല്ലേ? ഒരു കാർ ആവശ്യം തന്നെ അല്ലേ? എടുക്കാം. അതൊക്കെ വന്നോ? അമ്പുരാനറിയാം. ഫണ്ട് പോയിട്ടുണ്ടാവില്ലല്ലോ? ഫണ്ട് പോയിട്ടുണ്ടാവില്ലല്ലോ? നഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലല്ലോ? ഇല്ല. പിന്നെ നമ്മളൊരു പ്രൂഫ് ഉള്ളതല്ലേ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. വരും. നമ്മളെ പോക്കിരി പിന്നെ ഒരു വിവരമില്ലല്ലോ മൂപ്പര? പിന്നെ ഒരു വിവരമില്ല. എനിക്ക് തോന്നുന്നു ഇവളിന് വരുമെന്ന് തോന്നുന്നില്ല കേട്ടാ. വരൂല? വരുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷ ഒന്നും ഇല്ല. നമ്പർ കൊടുത്ത? നമ്പർ ഇല്ലില്ല. നമ്പർ കൊടുത്തില്ല. അല്ല ഓള് ഇതാക്കുമായിരിക്കും. മാനേജ് ചെയ്യുമായിരിക്കും. നമുക്ക് പോവാം.
സത്യം. ഇല്ല ഇല്ല. ഇതാണോ? ഹലോ ഹലോ, എന്നെ മേഡം ഇവിടെ ഫയറിംഗ് കേട്ടോ. ഞങ്ങൾക്ക് ഇല്ല സാർ. നമ്മളല്ല നമ്മളല്ല നമ്മളല്ല. നമ്മളെന്താ വെടിയൊക്കെ അടിയുമായിട്ട് തോന്നുന്നുണ്ടാ മേഡത്തിന്? മേഡം നമുക്ക് വെടിവെക്കാൻ தெரியாது. ഒരു പൂച്ചയെ കൂടെ വെടിയൊക്കെ தெரியாது മേഡം. മേഡം വെടിവെക്ക தெரியாது മേഡം. அப்படியா? அப்படியா? ஓகே ஓகே. മേഡത്തിന്റെ പേരെന്താ? அப்புறம் பார்க்கலாம். എന്നോட പേര് എന്താ? മിയോറ. മിയോറ. ആ. ரொம்ப நாள் கழிச்சு வரீங்களோ? ഞാനല്ല മേഡം, ഞങ്ങൾക്ക് രണ്ടുപേരും വെടിവെക്ക தெரியாது. மியோரா ரொம்ப நல்லா தெரியும். எப்படி தெரியும்? ഓൾഡ് ക്യാരക്ടർ താനേ. அந்த ക്യാരക്ടർ மட்டும் മാറുമെന്ന് നിனைக்கிறேன். എനിക്ക് പരിചയമുണ്ടോ? പിന്നെ പരിചയമുണ്ട്. പക്ഷെ നമ്മളധികം പരിചയപ്പെട്ടില്ല. പക്ഷെ എനിക്കറിയാം. ആണോ? ഓക്കേ ഓക്കേ. ശരി അപ്പോ. ശരി ശരി. ഇവിടെ എനിക്ക് ഐഡി കാർഡ് പീഡിയുടെ താനാ കിടക്കാം. ഇത് ധനലക്ഷ്മി അല്ലേ? ഹായ് ധനലക്ഷ്മി. ഇത് നാന്താ ശുക്കൂർ. ശുക്കൂർ. என்ன வண்டி காணாம போயிடுச்சு. முத்துக்குறைக்கு டிராப் பண்றீங்க? டிராப் பண்ணலாம். எது ப்ராப்ளம் இல்லை. நீங்க என்ன ஹெல்ப் பண்ணா நான் உங்க ஹெல்ப் பண்ணா. ஓகே. அந்த மாதிரி தானே. അല്ല ഐഡി കാർഡൊക്കെ എടുത്താ നിങ്ങൾ രണ്ടുപേരും? ഞാനും എടുത്തിട്ടില്ല. ഐഡി കാർഡോ? ഇവിടെ ഐഡന്റിറ്റി കാർഡ് എന്ത് സാധനം ഇവിടെ എടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ ഇമ്പോർട്ടന്റ് ആണ്. ഐഡന്റിറ്റി കാർഡ് ഇருக்கு. അത് എവിടെ എടുക്കണം ധനലക്ഷ്മി? അവിടെ പീഡിയില് പോയി. പീഡിയിൽ പോയിട്ടല്ല. ആമാ. നമുക്ക് പോവാം. തമിഴാ? ஆமா. உங்க பேரு? என்னோட பேரு கொச்சாப்பி. கொச்சாப்பி சுக்கூர். ஓகே ஓகே. ஓகே, thank you. Thank you. Okay. Thank you. Bye. Okay. എന്നാ പിന്നെ ആദ്യം പീഡിയിൽ പോവാം. വീടില്ല. അല്ല നമ്മളെ എക്സിയല്ലേടെ? എവിടെയാക്കണ്ടേ? ഇടിച്ചാലും കുഴപ്പമില്ല. എന്റെ കൊണ്ടാടി ഫുഡ് ഉപകാരിയായി മാറുകയാണല്ലോ. നമുക്ക് പിന്നെ എവിടെ പോയാലും ഉപകാരം ചെയ്യേണ്ട അവസ്ഥയാണ്. അല്ല നമുക്ക് പെണ്ണെന്നില്ലാത്തോണ്ടേ എന്തെല്ലാം കാണണം. അയ്യോ പേര് വല്ലതും മാറ്റിയോ ഇനി? ആര്? ഞാനോ? ഷുക്കൂർ എന്നൊക്കെ പറഞ്ഞു. ഇല്ല നമ്മളെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞാണ് ഷുക്കൂറാന്നൊക്കെ പറഞ്ഞു. അല്ല ഇനിയിപ്പോ കയ്യില് ഗണ്ണുണ്ടോ? ഇല്ലല്ലോ. ഇല്ലീഗൽ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. മണി ഇല്ലീഗൽ മണി ഇല്ലല്ലോ. മണി മറ്റേ എത്ര ബ്ലാക്ക് കൊണ്ടുവരാൻ പാടില്ല. ചേട്ട ഓണാക്കാൻ തോന്നുന്നല്ലേ? നാറികളെല്ലാം പോയി നമുക്ക് തോന്നുന്നു. ഓണാക്കി നോക്കാം. മാറ്റി നോക്കാം. ആരെയും മന്നോ ലോക്ക് ചെയ്ത ഡോർ ലോക്കാണോ? ഗണ്ണുണ്ട്. അയ്യോ എടാ ഗണ്ണുണ്ട് എൻ്റെ കയ്യില്. ഗണ്ണുണ്ട്. അയ്യോ അല്ല അത് കുഴപ്പമില്ലല്ലോ. പക്ഷെ അത് കുഴപ്പമില്ലല്ലോ. ഏത് നോർമൽ പിസ്റ്റനാണോ? നോർമൽ ഇത് AR.
ഹലോ ഹലോ, പേരെന്താ? പേര് ഷുക്കൂർ. ശുക്കൂറാ. ശുക്കൂറിന് നമ്പർ തരുവാ. ഇതാരാ? തമ്പു. ശംഭുവാ? ഡ്രാഗന്റെ മോൻ. തമ്പുവാ? നിങ്ങളൊക്കെ ആരാ? ബോഡി ഗാർഡ്സ് ആണോ? അതെ 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 ആരാ? ഈ പയ്യന്റെയോ? അതെ അതെ. ഞാനേ ഒരു പോസ്റ്റർ പണി അയച്ചതാ. ഒന്ന് എടുക്കാം, ഫോൺ എടുക്കാം. ആ, ഫോൺ എടുക്കാം. എന്താ നിങ്ങള് എന്താ ചെയ്യുന്നേടാ? നമ്മള് ബിസിനസ് ചെയ്യുന്നു. ബിസിനസ് ചെയ്യാണ്. എന്താ ബിസിനസ്? ഇവന്മാര് ഒരു ബിസിനസ്സാ. അങ്ങനെ നമ്മളെല്ലാ ബിസിനസ്സും ചെയ്യും. ഇപ്പൊ നമ്മളൊരു ഓട്ടോ ഷോ നടത്തുന്നുണ്ട്. എങ്ങനെ? ഒരു ഓട്ടോ ഷോ, ഓട്ടോ ഓട്ടോ ഷോ ഷോ, നടത്തുന്നുണ്ട്. മനസ്സിലായില്ല. ഓട്ടോ ഷോ. ഓട്ടോ ഷോ? ഓട്ടോ ഷോ. ഓക്കേ. എവിടെയാ? ലൊക്കേഷൻ നമ്പർ എവിടെയാ? പറയോ? അറിയിക്കാം ഞാൻ അറിയിക്കാം നമ്പർ ഉടനെ ഷെയർ ചെയ്ത് അറിയിക്കാം. തരാം. എങ്ങനെ? നമ്പർ ഷെയർ ചെയ്ത് തരാം. ആ, നമ്പർ പറ. 2001 നമ്പർ. കിട്ടില്ല. 2001. ആ, നമ്പർ കിട്ടി. ഇങ്ങോട്ടേക്ക് ഷെയർ ചെയ്യാം. തമ്പക്കുട്ടൻ. ആ, തമ്പക്കൂട്ടന്റെ ഡാഡി എന്ത് ചെയ്യും? ഡാഡി ഇവിടെ ഉണ്ടാവും. ഒരു ഡാഡി നമ്പർ വിളിക്കുന്നു. ഹലോ ഹലോ. ആ, കേക്കാം. ഓക്കെ. ഈ നമ്പറിലേക്ക് ഇപ്പൊ ഒരു ഫോട്ടോ അയച്ചരാ. എങ്ങനെ? ഒരു ഫോട്ടോ അയച്ചു തരുന്നു. ഫോട്ടോ അയച്ചുതരാം. ആ, ശരി. പോലെ ഒരു മിനിറ്റ്. ഇല്ല, പോകുന്നില്ല. ഒരു മിനിറ്റ്. കാർ വാങ്ങിക്ക്. വാങ്ങാം. ഇതെങ്ങനെ കാറിൽ വെക്കല്? ആ, ഓക്കെ. ഉണ്ടാക്കില്ലേ? ബുള്ളറ്റ് വെക്കണോ? ആ, അതും വെച്ചു. ഞാൻ അവിടെ ലോക്കറിൽ കൊണ്ട് വെക്കാം. എന്റെ കയ്യിലോട്ട് വെക്കുന്നുണ്ട്. അവിടെ വെച്ചിട്ട് തരാം. ഹലോ ശുക്കൂർ. ആ, പറഞ്ഞോ. എങ്ങനെ? ഹായ് വന്നാ? ഹായ് വരാനോ? ആ, ഹായ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് വന്നിട്ടുണ്ടോ നോക്കട്ടെ. ആ, തമ്പുക്കുട്ടൻ ബ്ലാക്കിന്റെ ബിസിനസ് ഉണ്ടോ? ഇല്ല. നമ്മള് വൈറ്റ് ഉള്ളു. ആ, നമ്മള് നിയമത്തിനെതിരായിട്ടൊന്നും കളിക്കൂല. അതെ, നമ്മൾ ഓക്കെ. നല്ല ഇതെന്താ സംഭവം? നിങ്ങളിൽ എത്ര പൈസ ഉണ്ട് മൊത്തം? അതിൽ ഇപ്പൊ ഒരു 250 കോടി ഉണ്ടാവും. 250 കോടി. 250 കോടി. എൻ്റെ കയ്യില് 10,000-4,000 കോടി ഉണ്ട്. ആ, ഓക്കെ. കയ്യിൽ വെച്ചാ. ഓക്കെ, ബാ നമുക്ക് പീടി പോവാൻ. റീലോഗ്. ആ, അതന്നെ. നമുക്ക് അപ്പുറം പോയിട്ടല്ലോ കൊണ്ടുവച്ചിട്ട് അല്ല, നമ്മൾ കാറിൽ വെച്ചല്ലോ. ഞാൻ അതിന്റെ കാര്യമില്ല. ആണോ? കാരണം ചിലപ്പോ ബഗ്ഗായി പോയി കഴിഞ്ഞാൽ പണി കിട്ടണം. ഓക്കെ. കാരണം ഇവിടുത്തെ വെട്ടക്ക ടീമുണ്ട് ചില കാറിന്റെ ഇതെല്ലാം തുറന്നോ? ഞാൻ എടുത്ത് എന്റെ കൈ വെച്ചത് മാറ്റിപ്പോ. അല്ല, വണ്ടിക്കകത്തന്നെ വെച്ചേ. ഞാൻ എടുത്ത് എന്റെ പോക്കറ്റിലോട്ട് വെച്ചിട്ടുണ്ട്. ആ, ഞാൻ എടുത്ത് ഞങ്ങൾക്ക് അവിടെ ലോക്കറിൽ കൊണ്ടുപോകാം. അവിടെ കൊണ്ട് വെക്കാം. ഓക്കെ. പുറത്തത് വിളിക്കണ അലക്സേ. ഇതാരെ വേറെ ആരാണ്ടൊക്കെ റേഡിയോ തരേണ്ടി വരും. ഹലോ, റേഡിയോ വേറെ ആരാണ്ടൊക്കെ കേറിയിട്ടുണ്ട്. ഇത് നമ്മളെ റേഡിയോ അല്ലേ? ഇങ്ങനെ ഇത് പബ്ലിക്കാ. പക്ഷെ നമ്മളങ്ങ് ചൂസ് ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് വേറെ ആരാണ്ടൊക്കെ വന്ന് യൂസ് ചെയ്യുന്നുണ്ട്. ആണോ? ഇത് ലോക്കറിൽ വെച്ച് ഞാൻ തിരിച്ച് വണ്ടിക്കകത്ത് തന്നെ വയ്ക്കാവേ. എന്നിട്ട് എടുത്ത് വെച്ചിട്ട് ലോക്കറിന്റെ അകത്ത് വയ്ക്കും. വണ്ടിക്കകത്ത് വെച്ചിട്ടുണ്ട്. ഒന്നും ഇട്, കയറിയിട്ട് ഇരിക്കും. ആ, എന്താക്കണ്ടേ? അത് ട്രാക്ക് ചെയ്ത് പോക്കറ്റിലോട്ട് തന്നെ ഇടും. എന്നിട്ട് അകത്ത് കൊണ്ട് വെക്ക്. ബുള്ളറ്റും കൊണ്ട് വെച്ച് കേട്ടോ. ബുള്ളറ്റും വെക്കണോ? ആ, അതിന്റെ ബുള്ളറ്റും വെക്കണം. ഓക്കെ. എന്റെ പേര് അലക്സ്. നമ്മള് കുറച്ച് ദിവസമായിട്ട് ഈ റേഡിയോ തന്നെ ഉണ്ട്. ഏത് അലക്സ്? അലക്സ് ജോൺ. ഫാമിലിയുണ്ടോ ബ്രോ? ഇല്ല. കുറച്ചാളായിട്ടുണ്ടല്ലോ. ഞങ്ങള് കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഇതിനകത്ത് കേറില്ല. നമ്മള് പണ്ട് യൂസ് ചെയ്തിരുന്നതാണ്. യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ യൂസ് ചെയ്ത് കുഴപ്പമില്ല. ഇല്ല, കുഴപ്പമില്ല. യൂസ് ചെയ്ത് നമ്മള് കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞിട്ടാണ് നമ്മൾ ഈ റേഡിയോയിൽ കേറിണ്ടായിരുന്നത്. അന്ന് വന്നിട്ടില്ല. അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഞങ്ങൾ ഇറങ്ങിക്കോളാം. നമ്മള് കുറച്ച് നാള് മുമ്പ് ഇതിലായിരുന്നു സ്ഥിരമായിട്ട്. പിന്നെ ഒരു അടുപ്പിച്ച 1 വീക്ക് ആയിട്ട്. കുഴപ്പമില്ല. യൂസ് ചെയ്ത് കുഴപ്പമില്ല. ജലജ ഇറങ്ങിക്കോ.
ആദ്യം കാറ് വാങ്ങാൻ പോവാം. ഐഡന്റി കാർഡ് മേടിക്കാൻ നോക്കാം. പൈസ ഇല്ലാണ്ട് ഒരു സുഖമില്ല. നമുക്ക് നാളെ ആക്കാടാ. നാളെ ഫേസ് ക്യാം ചെയ്യാം. നാളെ ചെയ്യാം. ഇല്ല 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 ഇല്ല, നാളെ ആക്കാം. റിയാസ്, റൊണാൾഡോ, എംബാപ്പെ, വിനി. ബ്രോ ഐ ആം ഓൾവേസ് വിത്ത് യു. താങ്ക് യു ബ്രോ. അത് ഇറങ്ങുമ്പോ ഒരുമിച്ച് നോക്കിയോ? പിന്നെന്താ വണ്ടി ഇറങ്ങുന്നുണ്ട്. ആശയ കൃഷ്ണ, താങ്ക് യു ബ്രദർ. എങ്ങനെ സിറ്റി ഇപ്പൊ കത്തും? അയ്യോ, ആരെയൊക്കെ അണങ്ങുന്നുണ്ടോ? അനങ്ങ ഞങ്ങൾക്കൊന്നും കുഴപ്പം തോന്നില്ലല്ലോ. ഒരു മിനിറ്റ്. അല്ലെങ്കിൽ ഞാൻ കത്താം. എനിക്ക് 13 സാറെ കേൾക്കുന്നുണ്ടോ? ഹലോ, ആ കത്തല കത്തൽ തന്നെയാന്ന് കേട്ടാ, കത്തൽ തന്നെയാന്ന് തോന്നുന്നു. ആരും അനങ്ങുന്നില്ല. എങ്ങനെ? ആരും അനങ്ങുന്നില്ലല്ലോ. ഇല്ല 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 ഇല്ല. തന്നന്ന താന്നന്ന തന്നന്ന താന്നന്ന തന്നന്ന താന്നന്ന. കിട്ടിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇമോട്ട് ഓൺലി ആക്കിയാനെ. നാളെ ലൈവ്. നാളെ എനിക്ക് കൊച്ചി പോകേണ്ട വരും. സോ നാളത്തെ കാര്യം അറിയില്ല കേട്ടോ. നമുക്ക് നോക്കാം. ആ ചിലപ്പോൾ ലൈവ് കഴിഞ്ഞിട്ട് പോവാം. തന്നന്ന 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 തന്നന്ന. Neon skies, the streets are alive. Pulse of the city where dreams survive.
തുറന്നു കേട്ടാ, അതേ വേണ്ട കൊച്ചാപ്പി വന്നിട്ട് കയറാം. നല്ല ലെറ്റ്സ് വെയിറ്റ് ഫോർ കൊച്ചാപ്പി. ഇത് നമുക്ക് വണ്ടി കിട്ടുമോ? ആ ഹലോ ഹലോ, എന്താണിത്? കത്തലാണോ ഇത്? ഇല്ല ചേട്ട, ഇല്ല ചേട്ടൻ, ഞാൻ ഓണാക്കൂല. നമുക്ക് ആർ പി കളിച്ചങ്ങ് പോയാൽ മതി. കണ്ടവരുടെ ഒന്നും ഇതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. ഓനെല്ലാം ഓനൊന്നും തെളിയിപ്പിക്കേണ്ട ആവശ്യം എനിക്ക് തോന്നുന്നില്ല, മനസ്സിലാ. ഓനെല്ലാം ഓന് ഇഷ്ടമുള്ള വിശ്വസിച്ചിട്ട് പോട്ടെ. ഓനെല്ലാം എന്നെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്തിട്ട് വന്നതാണെങ്കിൽ ആ സപ്പോർട്ട് ചെയ്തവൻ്റെ പേര് ഇങ്ങ് പറഞ്ഞാൽ മതി. ഓനെല്ലാം ആരാന്നും എന്താണെന്നും ഞാൻ വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം. ഓനിപ്പോൾ എവിടുന്ന് വരുന്നതെന്ന് ഓൻ്റെ എന്താണ് ഹിസ്റ്ററി വേണമെങ്കിൽ ഞാൻ എടുത്തു കൊടുക്കാമെന്ന് പറഞ്ഞവന്. അപ്പോൾ എൻ്റെ ഗുണങ്ങ് തീർന്നോളും, മനസ്സിലായോ. എവിടുന്ന് വരുന്നതെന്ന് എനിക്കറിയാം. ഓൻ്റെ എല്ലാം എന്താണ് വേണ്ടത്, എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ ഞാനത് എടുത്തു കൊടുക്കാം ഓനിക്ക്. അപ്പോൾ എൻ്റെ വായ്ത്താളം തീരുമെങ്കിൽ പക്ഷെ ഓൻ്റെ ഒന്നും അണ്ണനൊന്നും അതിന് നിൽക്കൂല, മനസ്സിലായോ. പേടി വരും. പേടിപ്പെടാം. അതുകൊണ്ടാണല്ലോ സീനില്ല, കുഴപ്പമില്ല, നമ്മൾ വേറെ സീനൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇതായിട്ട് പോയത്. ഫസ്റ്റ് ഒന്ന് കുറക്കാൻ നോക്കി ഇതാക്കാൻ നിന്ന് ലാസ്റ്റ് മൊത്തത്തിൽ മൂഞ്ചി തെറ്റി വണ്ടാരടങ്ങി മൂഞ്ചിയല്ലോ. ഇനി വന്നാൽ ബാക്കിയുള്ളതും കൂടി ഞാൻ പറയും. അപ്പോൾ അതും താങ്ങാനുള്ള കഴിവില്ലാത്ത ഇവൻ്റെ ടീംസ് ഇവിടെ വന്ന് കുണക്കാൻ നിന്നാൽ ഓൻ്റെ എന്താന്ന് ഞാൻ പ്രൂഫ് അടക്കം ഞാൻ എടുത്ത് കാണിക്കുന്ന അവനെല്ലാം അറിയാം. അതുകൊണ്ട് വായു കൂട്ടി അങ്ങാണ്ട് നിൽക്കുന്നതാണ്, മനസ്സിലായോ. പിന്നെ നിനക്കെല്ലാം കടിയുണ്ടെങ്കിൽ നീ ഓൻ്റെ അടുത്ത് പറയാൻ പറ, എന്നെ പറയാം. ബാക്കി ഓൻ്റെ കടി ഞാൻ അന്നേരം തീർത്തു കൊടുക്കാം, പോരെ. അതല്ല അതിൻ്റെ ഒരു ഇത് ന്യായം. കൊച്ചാപ്പിയാണോ ഇത്? മാധവൻ ജി പീടി പീടി അയ്യോ, ഹലോ സാറേ, ഹലോ സാറ് കേൾക്കുന്നുണ്ടോ? ആ സാറ് ഒരു ഐഡന്റിറ്റി കാർഡ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പേരെന്താ? പേര് ഷമീർ. ഷമീർ. ഞാൻ വരണോ, കൂടെ വരണോ? ആ വരണം. താങ്കളുടെ ഐഡി കാർഡ് എടുക്കണ്ടേ? ആ ഇത് എന്തിനാന്ന് ഇതിപ്പോ പെട്ടെന്ന് ഇങ്ങനൊരു ഇത്? ഐഡി കാർഡ് വേണം. എന്തെങ്കിലും സിറ്റിസൺ ആയിട്ടുള്ള ആൾക്കാർക്ക് ഐഡി കാർഡ് വേണം. കാരണം പോലീസിന്റെ എന്തെങ്കിലും ആക്ടിവിറ്റിയും കാര്യങ്ങൾക്കൊക്കെ ആകുമ്പോൾ ഐഡി സെർച്ച് ചെയ്യണം. അല്ലെങ്കിൽ ഇന്ന ഒരാളാണെന്ന് പറഞ്ഞാൽ നമുക്ക്. അയ്യോ സാറേ,
ആ സോറി ഹലോ സാറ് സോറി കേട്ടോ, അത് അറിയണ്ടായി പോയതാ. ഓക്കെ മനസ്സിലായി. അല്ല അപ്പൊ ഫാമിലി ആണെങ്കിൽ വേണ്ട, വേണം. ഫാമിലി ആണെങ്കിലും വേണം അല്ലേ? ഇവിടെ ഫാമിലി എന്ന് പറഞ്ഞ പോലീസുകാരെ അങ്ങനെ അല്ല. നിങ്ങളെ ഫാമിലിയാണ് നിങ്ങളുടെ കൂട്ടുകുടുംബം കാര്യങ്ങൾ. നമുക്ക് നിങ്ങളൊരു ഇൻഡിവിജ്വൽ വ്യക്തി എന്നുള്ള നിലയ്ക്ക് മാത്രമേ നമ്മൾ നിങ്ങളെ കാണുന്നുള്ളൂ. ആ മനസ്സിലായി. പുറത്തേക്കുള്ള പരിഗണനകളൊന്നും നിങ്ങൾക്കില്ല. ആ ഓക്കെ. ഇവിടെ എല്ലാരും ഒരേപോലെ എന്നല്ലേ സാറേ? അതെ എല്ലാരും വ്യക്തികൾ ഇൻഡിവിജ്വൽ ആണല്ലോ. ആ അതെ. ഇത് പിന്നെ ബന്ധങ്ങൾ അത് വേറെ. അതെ നിയമം അങ്ങനെയാ കാണുന്നേ. അതെ. എന്താ ചെയ്യണ്ടേ സാറേ? ഞാൻ ഫോട്ടോ എടുത്തോളാം. ആ കിട്ടിയാ? ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്തോട്ടെ കേട്ടോ. ആ ഹലോ, ഞാൻ ഇപ്പൊ വരാം. ഞാൻ ഇവിടെ അകത്ത് ഫോട്ടോ എടുക്കാം സാറുമായിട്ട്. സാറുമായിട്ട് ഫോട്ടോ എടുക്കുന്നോ? ആ മറ്റേ ഐഡന്റി കാർഡ് ആ അതെ. സാറിന്റെ പേരെന്താ? ടൊമാറ്റോ. ആ ഡൊമീറ്റോ സാറുമായിട്ട്. ഓക്കെ. കിട്ടിയ സാറേ? ഷമീറിന്റെ സ്പെല്ലിംഗ് പറഞ്ഞ SH ആണോ? SHAMEER. ഇവിടെ MEER 3 പേര്, 3 സർബത്ത് ഷമീർ ഉണ്ട് 2 പേര്, മിന്നൽ ഷമീർ, MRC ഷമീർ. അത് തന്നെ MRC ഷമീർ. അപ്പൊ ഈ MRC ഷമീർ തന്നെയാണോ പേര്? നെയിം ചേഞ്ച് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും? നെയിം ചേഞ്ച് ചെയ്യണമെന്നുണ്ട്. അത് ഇപ്പൊ ചെയ്യാൻ പറ്റുമോ? അത് കോടതിയിൽ കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. എന്നിട്ട് ID കാർഡ് എടുക്കണം. ഞാൻ തൽക്കാലം ID കാർഡ് ഇഷ്യൂ ചെയ്ത് തരാം. ഓക്കെ. അത് കഴിഞ്ഞിട്ട് അതിപ്പോ അപ്പൊ എങ്ങനെ വേണമെങ്കിലും പേരിൽ ഇപ്പൊ ID കാർഡ് ആക്കാൻ പറ്റുമോ? കോടതിയിൽ നിന്നുള്ള അപ്രൂവൽ വേണം. പേര് എന്തെങ്കിലും മാറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ. അങ്ങനെ അല്ല, ഇപ്പൊ സാറിന് ഇപ്പൊ ഞാൻ ഒരു പേര് പറഞ്ഞാല് ആ പേരിലേക്ക് ആക്കാൻ പറ്റും. ആ പേര് അങ്ങനെയല്ല, കോടതിയിൽ നിന്ന് ആ പേര് കൊടുത്തിട്ട് അവർ ആ പേര് അംഗീകൃതമായിട്ട് ഒരു ലെറ്റർ തരുമ്പോ അത് ആണ് നിങ്ങൾക്ക് വരാം. ഓക്കെ മനസ്സിലായി. നമ്മളെ മാറ്റാം. നമ്മൾ കാർഡ് ഇഷ്യൂ ചെയ്യുന്നുള്ളൂ. ഇവിടുത്തെ നിങ്ങളുടെ പാസ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിട്ട് കാർഡ് ഇഷ്യൂ ചെയ്യുന്നേ. മനസ്സിലായി. അപ്പൊ ഇപ്പൊ എങ്ങനെ പേര് വരാ? MRC ഷമീർ എന്നാണോ പേര് വരാ? കാർഡില്ലാതായിരിക്കും വരാം. പേയ്മെന്റ് ഉണ്ട്, ഒരു 5 lakh rupees ആണ് അതിന്റെ പേയ്മെന്റ്. അത് തരാം. ഇവിടെ സാറിന് തരണോ? എനിക്ക് എന്നാലും മതി. ഞാൻ നോക്കട്ടെ കേട്ടോ, POS മെഷീൻ വർക്ക് ചെയ്യുന്നോ നോക്കട്ടെ. POS മെഷീൻ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ POS വർക്ക് ചെയ്യുന്നില്ല. ഇതാ സാറേ തരട്ടെ. കിട്ടിയോ? ഓക്കെ. അപ്പൊ ആയോ സാറേ? കാർഡ് കിട്ടിയോ? ഇല്ല, ഞാൻ കാർഡ് തന്നിട്ടല്ലോ. ഷമീറിന് ഇപ്പൊ കാർഡ് തരാം. ഇത് ഷമീർ. കിട്ടി. ഓക്കെ, ഇത് ഷമീർ യൂസ് ചെയ്തൊന്ന് 4 പ്രാവശ്യത്തോടെ യൂസ് ചെയ്യണേ. 2 പ്രാവശ്യമായിട്ട് യൂസ് ചെയ്യണം. അപ്പൊ കിട്ടി. ഓക്കെ. ഇതാണ് അപ്പൊ എന്റെ ID കാർഡ് അല്ലേ? അതെ. ഓക്കെ.
അപ്പൊ ശരി സാർ, ശരി. താങ്ക് യു. ശരി. ഓക്കെ. പേരിന്റെ കാര്യങ്ങൾക്ക് എന്താന്നുള്ളത് ചേഞ്ച് വരുത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ അന്നേരം പറയാം. അപ്പൊ ഈ കാർഡ് ഇവിടെ തന്നു കഴിയുമ്പോ വേറെ പേര് മാറ്റി കഴിയുമ്പോ പുതിയ കാർഡ് വരാം. ശരി സാറേ. ഇത് വെച്ചിട്ട് കൊച്ചാപ്പി എവിടെ? എവിടെ? ഫോട്ടോ എടുക്കാം, ഇപ്പൊ വരാം. ഓ നീയും എടുക്ക. എന്നെ ഇമ്പോർട്ട് ചെയ്യണോ? പുറത്തുണ്ടോ? ഞാൻ ഇതിവിടെ പുറത്തുണ്ട്. ഇങ്ങോട്ടേക്ക് വാ. വണ്ടി കിട്ടി ഇവിടുന്ന്. ഇങ്ങോട്ട് വേണോ? ഔട്ട്സൈഡ് ഓഫ് ഗാരേജോ? ഔട്ട്സൈഡ് ഓഫ് ഗാരേജ്? നീ അതവിടെ പോയിട്ട് എന്റെ വണ്ടി ആരും അടിച്ചോണ്ട് പോയാട്ടാ. ആരോ? എന്റെ വണ്ടിയോ? എന്റെ നമുക്ക് വേറെ വണ്ടി എടുക്കാം. ഞാൻ ഒരു കാറ് വാങ്ങട്ടെ. ഓക്കെ, വണ്ടി എടു. ബഗർ വണ്ടി വന്നോ? എന്റെ വണ്ടി വന്നിട്ടില്ലല്ലോ. വാ. ഒരു കത്തിനും കൂടി പ്രതീക്ഷിക്കുന്നു. അല്ല മച്ചു, പറഞ്ഞോ. ഒന്ന് മുതുക്കി ഇറക്കി തരും ഇത്തിരി. വാ. എന്റെ പേരെന്താ ബ്രോ? വാസുദേവ. ഫാമിലിയാ? പുള്ളി ചത്ത്. ഒന്ന് നേരെ ഹോസ്പിറ്റലിൽ പോട്ടെ. അപ്പൊ എങ്ങോട്ടേക്കാ പോകണ്ടേ? ഹോസ്പിറ്റലിൽ പോവാം. ഞാൻ മാർക്ക് തരാം. മാർക്കേ. അല്ലെങ്കിൽ ചത്തോടത്തൊന്ന് EMS വരുമോ? ഇവിടെ വരുമല്ലോ EMS. അങ്ങനെ ചത്തോടത്ത് ബാക്ക് വെച്ചിട്ട് ചത്തത്. ബാക്കോട്ട് എടുക്കാമല്ലോ. ഇവിടെ ആണോ? EMSനെ വിളിച്ചോ? വരുന്നുണ്ട്. എവിടെ? ആരാ പോകുന്നത്? ഏതാ? പ്ലെയിനിൽ വരുന്നോ? അത് കത്തിയാ പോകുന്നത്. അപ്പുറത്തോട്ട് പോകുന്നുണ്ട്. സാറേ ഈ വണ്ടിക്കകത്ത് ചത്താട്ടാ, കൊണ്ടുപോകാനല്ല. സാറേ നമ്മളൊന്നും ചെയ്തല്ല കേട്ടോ. എന്തായാലും കൊണ്ടുപോകാമായിരുന്നല്ലോ, അത്ര നല്ലത്. ഇച്ചിരി ഡീസന്റ് വിട്ടേ. അയ്യോ, ഫുഡ് കഴിക്കാൻ ഞാനൊന്നും കഴിക്കട്ടെ.
തന്നനനാനെ, തന്നനാ, തന്നനനാനെ, തന്നനാ, തന്നനനാനെ. കൊച്ചാപ്പി വണ്ടി എടുത്തോട്ടാ. ആണോ? ഗെയിം കത്തി തുടങ്ങി. എത്ര ഉണ്ട് 13 12. എനിക്ക് 8 പക്ഷേ 4000 എന്താണ് ഒരു പരിപാടി ഉണ്ടാക്കില്ല. ഇനി പോണേ അവനൊക്കെ ഒന്ന് ആലോചിച്ചേക്ക്, ജോലി ചെയ്തോണ്ടിരിക്കുകയാണെങ്കിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ജോലി ചെയ്തോണ്ടിരിക്കല്ലേ. അങ്ങനെയല്ല, ട്രക്ക് ചെയ്യുമ്പോ അങ്ങനത്തെ ജോലി. അന്നേരം 3G ആയാ മൂപ്പര് ജീവൻ വന്നോ? സഹോദരൻ വരുന്നുണ്ട്. ആള് എണ്ണീറ്റ് നിക്കാണ്. ഇപ്പൊ തന്നെ പുള്ളി കത്തും. നമ്മളെല്ലാം കത്തും. ഈ വണ്ടിയും പോകും. എല്ലാരും കത്തി കത്തി. അപ്പൊ കത്തി. സുഭാഷ്. പുറത്തൊന്നും വരും. ഞാൻ വരാം. ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ആ എങ്ങനെ വാട്സപ്പാ? ഇത് ഡിസില്. ഓക്കെ. ആ കേക്കുന്നുണ്ടോ? കേക്കുന്നുണ്ടോ? കേൾക്കാമോ? കേക്കാം. ആ ഇങ്ങനെയാണ് ഇപ്പൊ സിറ്റിയുടെ ഒക്കെ അവസ്ഥ. ഇങ്ങനെയാ, എപ്പ വേണേലും കത്താ. എപ്പ ഒരു ജോലി, നമുക്ക് ജോലി എടുത്ത് നടക്കാനും പറ്റത്തില്ല. ഇപ്പൊ ഫുള്ള് കത്തലാന്ന് തോന്നല്ലേ? ഇങ്ങനെയാണ് കുറച്ച് നാളായിട്ട് ഇങ്ങനെയാ. അതിപ്പോ അവരുടെ സൈഡിൽ നിന്ന് വലിയ അപ്ഡേറ്റ് ഒന്നും കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു. ആദ്യം വീഡിയോസ് ഒന്നും കണ്ടില്ല. ഡീഡോസ് എന്നൊക്കെയാണ് പറയുന്നത്. ഡീഡോസ് എന്ന് പറഞ്ഞാ ഐ മീൻ ഡീഡോസ് വെച്ചിട്ട് വേറെ കുറച്ച് പുറത്തുനിന്നുള്ള ആൾക്കാര് സെർവറിന്റെ പണി കൊടുക്കുന്ന രീതി, അങ്ങനത്തെ നെറ്റ്വർക്ക് സംബന്ധമായിട്ടുള്ളൊരു സെറ്റപ്പാ. ഹാക്ക് ചെയ്യുന്ന പോലെ. അങ്ങനത്തെ സെറ്റപ്പാണത്. അല്ല നമ്മളെ പിള്ളേരില്ലേ? അവന്മാര് ഉണ്ടായിരുന്നു. നോക്കട്ടെ നോക്കട്ടെ. അല്ല ഇനിയിപ്പോ നമുക്ക് ഇപ്പൊ നമ്മള് മറ്റേ ലാസ്റ്റ് വന്നവനുണ്ടല്ലോ, പേര് അവരങ്ങനെ വരുമൊന്നുമില്ല. ഓൻ ആക്റ്റീവ് അല്ല. ആക്റ്റീവ് ഒന്നുമല്ല. എന്താ പോയോ? അവൻ ഇപ്പൊ പുറത്ത് വർക്ക് ചെയ്യണം. അപ്പൊ അതിനനുസരിച്ച് അങ്ങനെ ആക്ടിവിറ്റി ഇതൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇനി ഡെയിലി ചെയ്ത് നമുക്ക് ചെയ്ത് സെറ്റാക്കാം. ഞാൻ കുറച്ച് കാര്യം സംസാരിക്കാം നമുക്ക് ലൈവ് കഴിഞ്ഞിട്ട്. നമുക്കങ്ങ് നാളെ ഒന്ന് കൊച്ചിയിലും പോണം. ഇത് വലിയ ചൊറയാപ്പ. ഒന്ന് തീരുമ്പോ ഒന്ന്. ലൈവ് കഴിഞ്ഞോ? അവിടെ കിക്കില് കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞിട്ടില്ല. ഇത് പിന്നെ അങ്ങനത്തെ കാര്യങ്ങളാണല്ലോ. പക്ഷെ നിങ്ങളുടെ അവസ്ഥ നിങ്ങൾക്കല്ലേ അറിയത്തുള്ളൂ. അപ്പൊ അത് ക്ലിയർ ഔട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് കാര്യത്തിലോട്ട് കൂടുതൽ വള്ളികളിലോട്ടൊന്നും പോകണ്ട. തീർന്ന് ഇത് എന്റെ ഒരു നശിച്ച സമയം തോന്നടാ. ഈ പറഞ്ഞ പോലെ അല്ല, ഇത് ആരാണേലും ഇതില് കൂടുതൽ ഇങ്ങനെ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. അത് സ്വാഭാവിക. എല്ലാവരും ആരാണേലും ഇങ്ങനെയൊക്കെ തന്നെ. കുറച്ചുനാള് ഇത് പുറം നടക്കേണ്ട വരും. ആകാശത്തിലൂടെ പോകുന്ന വള്ളിയല്ല ഞാൻ തോട്ടയിട്ട് പിടിച്ചിട്ട് സാമാനത്തിൽ വെക്കുന്ന പോലെ ഉള്ളത്. പിന്നെ ഇപ്പൊ ഓരോരുത്തരുടെ കാണിക്കുന്നത് നമുക്ക് അറിയില്ലടാ. എന്തോ കളിക്കുന്നില്ല. ഇപ്പൊ സിറ്റി കത്തിയാരണം ഓരോ സംസാരിച്ചിരിക്കുന്നു. ഞാൻ ഭയം ഇത് കളിക്കുന്നുണ്ടോ വെച്ചാ സെറ്റ് മാനേജ് നമുക്ക് സിറ്റുവേഷൻ ആണ്. ആ സിറ്റുവേഷനില് ഇനീഷ്യൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇന്ന് കളിച്ചത് തന്നെ. വേറെ സെർവർ ഉണ്ടോ? സെക്കൻഡ് സെർവർ ഉണ്ടോ? ഐ മീൻ എക്സാൻഡിസിന് ഉണ്ടോ? ഇത് ടർഫ് സെർവർ ഉണ്ടോ? പക്ഷെ അവിടെ ഇതിപ്പോ സിറ്റി അഡ്മിൻ സോണിലാക്കി വെച്ചേക്കോ. എന്തായാലും അവിടെ ഇതായിരിക്കും, കയറാൻ പറ്റൂല. ഞാൻ ഒന്ന് ഫോർട്ട്നൈറ്റ് കളിക്കാൻ ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചായിരുന്നു. ഇല്ലല്ലോ. അല്ല, ഞാൻ പറയാം. നീ താഴ്ത്ത് നിൽക്കും, അങ്ങനെ അവിടെ മിണ്ടാണ്ടിരിക്കും. അങ്ങനെ വെച്ചിട്ട് ഞാൻ വിളിക്കാം, കോണ്ടാക്ട് ചെയ്യാം ഇത് കഴിഞ്ഞിട്ട്. ശരി. അപ്പൊ എങ്ങനെയാണ്? എന്തെല്ലാം മണ്ടത്തരാ ഞാൻ എന്റെ ജീവിതത്തിൽ കാണിച്ചു വിട്ടെന്ന് നിനക്ക് തന്നെ അറിയില്ല. മണ്ടത്തരോ?
മണ്ടത്തരം എനിക്ക് തോന്നുന്നില്ല സീരിയസ്ലി. മണ്ടത്തരം എന്നല്ലടാ, ഞാൻ ചുമ്മാ ഇരുന്നാ മതി. ഞാന് ഈ ട്രിഗർ കയറിയിട്ട് എന്തെല്ലോ ചെയ്തു കൂട്ടും, എന്നിട്ട് അതിന് കടന്ന് അനുഭവിക്കും. മനുഷ്യനല്ലേ, എന്തൊക്കെയോ മനുഷ്യൻ ട്രിഗർ ആവാണ്ടിരിക്കോ? തോന്നിയ ദിവസമൊക്കെ പറയുമ്പോ ആരും ട്രിഗർ ആവില്ലേ? അതിപ്പോ ഞാനാരും എന്നെ കോച്ച് ചെയ്യുമ്പോ അബോധം പാടുന്നത് ഞാൻ റിയാക്ട് ചെയ്യില്ലേ? അതൊക്കെ നോർമലാ. നോർമൽ തന്നെ, പക്ഷെ എന്നാലും കുറച്ച് സമയം എടുക്കുമല്ലോ എല്ലാം ഒന്ന് കലങ്ങി തെളിയാന്. അതെടുക്കും. ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് സമയം എടുക്കും. സീരിയസ്ലി സമയം എടുക്കും. വേറെ ചെയ്യാൻ കഴിയില്ല. ഇതൊന്നും ആരോട് പറഞ്ഞാലും മനസ്സിലാവൂല. ഇത് വേറെ നിങ്ങക്ക് ഇതിന്റെ ട്രൂത്ത് അറിയാലോ. ഇത് ഇവരടുത്ത് പറഞ്ഞാലൊന്നും ഒരിക്കലും ഇത് വേറെ രീതിയിൽ അത് എടുക്കും. മനസ്സിലായോ? അത് ഓഡിയൻസ് അല്ലേ. അപ്പൊ ഞാനാണേലും അറിഞ്ഞപ്പോ ഞാൻ എങ്ങനെയാ ബിഹേവ് ചെയ്യുന്ന അറിയാലോ. ഞാൻ ടോട്ടലി കൺഫ്യൂസ്ഡ് അല്ലായിരുന്നു. അപ്പൊ ഇവർ അതിനേക്കാൾ അപ്പതാ. കാരണം നിങ്ങളുടെ ഓഡിയൻസാ. നിങ്ങളുടെ ഓഡിയൻസ് പറയുമ്പോഴേക്കും അത്രയ്ക്കും ട്രസ്റ്റബിൾ ആയിട്ട് വെക്കുമ്പോഴത്തേക്കും നിങ്ങൾ സ്ക്രിപ്റ്റ് ഇറക്കിയത് സ്ക്രിപ്റ്റ് ആണ്, ഇപ്പോഴും സ്ക്രിപ്റ്റ് ആണെന്ന് ടീമുകളൊക്കെ ഉണ്ട്. സ്ക്രിപ്റ്റ് ആണെന്ന് പറഞ്ഞ ടീമുകൾ ഇപ്പോഴും ഉണ്ട്. എന്ത് പറയാനാ? അതാണ് പ്രശ്നം. സ്ക്രിപ്റ്റ് ഒക്കെ ഇറക്കിയാൽ ആരെങ്ങനെ വിശ്വസിക്കത്തില്ല. കുറെ പേര് സ്ക്രിപ്റ്റ് ആണെന്ന് പറഞ്ഞ് നടക്കും. ഞാൻ അവിടെ ഇവിടെ കാണുന്നുണ്ട് സ്ക്രിപ്റ്റ് ആണെന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ ടീമുകള്. ആൾക്കാരുണ്ട്. ഉണ്ട് ഉണ്ട് ഉണ്ട്. നിങ്ങളുടെ കണ്ടന്റ് എടുത്ത് ഓരോരുത്തർ റിയാക്ട് ചെയ്യുന്നുണ്ടല്ലോ, അതിന്റെ കമന്റ് സെക്ഷനും ഉണ്ട്. ഞാൻ കമന്റ് കാണാറുണ്ട്. ഞാനും ചിലത് കാണാറുണ്ട്. അവസാനം ഇവര് അച്ഛനും മക്കളും ആവും, നമ്മള് നായിന്റെ മക്കളും ആവും. ഈ സ്ക്രിപ്റ്റ് ആണെങ്കിൽ എനിക്ക് ആർക്കല്ലേ ഈ അവാർഡ് കൊടുക്കണം. അതെ. അയ്യോ, ഇതുവരെ ആരും കാണാത്ത കിട്ടില്ലേ? ചിരിപ്പിക്കല്ലേ. അയ്യോ, ഇതുവരെ കേരളം കാണാത്ത ബുദ്ധി. കുറച്ച് തൊപ്പി വെക്കുമല്ലോ. നീ ചുമ്മാ ചിരി വരുത്തേ. അയ്യോ, ഞങ്ങൾക്ക് ചിരി, നിങ്ങക്ക് സീരിയസ് അല്ലേ? അനുഭവിക്കേണ്ട എല്ലാം അനുഭവിച്ചു തുടങ്ങിയല്ലേ? ഇല്ലടാ, ഇപ്പൊ കൊറേ മാറ്റങ്ങളും വേറെ കുറച്ച് പരിപാടികളും വരുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞ എന്തായാലും കൊച്ചി പോണം. അപ്പം കുറേ സംഭവങ്ങള് ഉണ്ട്. അതാ നീ പറഞ്ഞ പോലെ എനിക്ക് ഡെയിലി കേറാൻ പറ്റാത്തതും അതെല്ലാം ബന്ധപ്പെട്ടിട്ടാണ്. അപ്പൊ എല്ലാം കറങ്ങി തെളിയട്ടെ, എല്ലാം നല്ല രീതിയിൽ പോകാൻ കഴിയട്ടെ എല്ലാവർക്കും. അല്ലാണ്ട് ഇപ്പൊ എന്താ പറയാ. അതെ. അല്ല, ഇതിപ്പോ PL എപ്പോ ഉണ്ടോ? ഡെയിലി PL ആണോ? ഉണ്ട് ഉണ്ട്. അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ കത്തുന്നൊന്നും പറയാൻ പറ്റത്തില്ല. സീരിയസ് ഇപ്പൊ അവൻ വന്ന് പറഞ്ഞിട്ടില്ല. ഒരു സിറ്റുവേഷൻ വരെ ഓരോരോ അവസ്ഥയിൽ നിൽക്കുക. അവസ്ഥയാണ് ഇപ്പോ. കണ്ടുപിടിക്കാൻ അങ്ങനെ പറ്റുന്നില്ല. ഈ 5M മാത്രം എത്രയും പ്രശ്നമുണ്ടെന്നാണ്. പക്ഷെ വേറെ ഓപ്ഷൻ ഇല്ല, വേറെ എവിടെയും കളിക്കാനൊന്നും. ഇല്ലെങ്കിൽ എല്ലാവരും ഈ പറഞ്ഞ പോലെ വേറെ വേറെ സിറ്റി എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങേണ്ടി വരും, ഇത്രയൊക്കെ സ്ട്രഗിളിങ് ഒക്കെ ആണെങ്കിൽ. കാരണം ഇത് 2 ടൈപ്സായി. ഒന്നൊരു DDoS ആയിരിക്കാം, അല്ലെങ്കിൽ സെർവറിൽ ആളുകൾ കൂടിയിട്ട് സെർവർ ഡൗൺ ആവുന്നതായിരിക്കാം. അങ്ങനെയൊക്കെ ഉണ്ട്, പല പല കാരണങ്ങളുണ്ട്. എക്സാക്ട് റീസൺ നമുക്ക് അറിഞ്ഞൂടാ. നമുക്ക് ഇവിടെ ഒന്ന് പറയാമെന്ന് മാത്രം പറ്റത്തുള്ളൂ. അതെ. കേറാൻ കഴിയില്ല, ഇതായിട്ടുള്ളേ. ഷെയ്ക്കിന്റെ എന്തോ ഗ്യാങ് എന്താ ഏതടാ? ഷെയ്ക്കിന് ആക്ടിവിറ്റി ആണ് ചെയ്യാൻ പറ്റിയിരുന്നു. അവരുടെ അതറിയില്ല, അവർക്ക് ആക്ടിവിറ്റി കാണിക്കാൻ പറ്റിയില്ല. എന്താ സംഭവം? ഐ മീൻ നമ്മളിപ്പോ ഒരു ഗ്യാങ് ആവാന്ന് വിചാരിച്ചു, ഗ്യാങ് സ്ലോട്ടൊക്കെ ഇട്ട്. അപ്പോ ഇത്ര മണിക്കൂർ അവിടെ കളിക്കണം. 300 അവേഴ്സോ 500 ഇത്രയും കണ്ട അവേഴ്സ് ഉണ്ട്. അതായത് ടോട്ടൽ ഒരു പ്ലെയറിന് ഇത്ര അവേഴ്സ് വെച്ച് ടോട്ടൽ ഒരു ഇതുണ്ട്, ഇത്ര അവേഴ്സ് തന്നെ ഉണ്ട്. ആ അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക്, ആദ്യം കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് മാത്രമാണ് അവിടെ ഒരു സ്ലോട്ട് കൊടുക്കത്തുള്ളൂ. എത്ര ഗ്യാങ് കൊടുത്തതെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ആദ്യത്തെ ഇത്ര ഗ്യാങ്ങിന് മാത്രമേ കൊടുക്കത്തുള്ളൂ. അത് എനിക്ക് അറിഞ്ഞൂടാ എന്താ കംപ്ലീറ്റ് ചെയ്യാണ്ടിരുന്നതെന്ന്. എന്തെങ്കിലും റീസൺ അവര് പറയുന്നുണ്ടാവും, ഞാനത് ഫോളോ ചെയ്യുന്നില്ല, എനിക്ക് അറിഞ്ഞൂടാ. അല്ലാണ്ട് സർവർ സൈഡിൽ നിന്ന് എടുത്ത് കളയൊന്നുമില്ല, അല്ലാണ്ട് ഒരു കാരണം ഇല്ലാണ്ട് കൊടുക്കാണ്ടിരിക്കത്തൊന്നുമില്ല. അവേഴ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും കിട്ടിയേനെ. അവേഴ്സ് കാണിക്കാൻ പറ്റിയിട്ടില്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ ഞാൻ അറിഞ്ഞത്. അതില് ആര് പറഞ്ഞത് സത്യം ആര് പറഞ്ഞത് തെറ്റെന്ന് വരത്തില്ല. നമ്മൾ അറിഞ്ഞത് നമ്മൾ പറഞ്ഞു.
ഇല്ലെന്നോ? ഗ്യാങ് എന്തായി ചോദിക്കുന്ന? ഗ്യാങ് ഇത് നമ്മുടെ ഇതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ടൈം എടുക്കും. അല്ലാണ്ട് ഇപ്പൊ എന്താ പറയുന്നത്, ഇപ്പൊ തന്നെ അവരാണ്ടില്ല, അവര് അവേഴ്സ് കാണിക്കാൻ പറ്റിയില്ല. ഇനി അവർക്ക് സ്ലോട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഗ്യാങ് ഒക്കെ ഡിസ്മാൻഡ് ചെയ്ത് പോകണം. ഇന്നാക്റ്റീവ് ഒക്കെ ആയി പോയിട്ട് സ്ലോട്ട് ഓപ്പൺ ആയാലേ അടുത്ത ഇതിന് ഇത് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻ ഒക്കെ ഇട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അവേഴ്സ് ഒക്കെ കാണിച്ച് കയറാൻ പറ്റത്തുള്ളൂ. അല്ലാത്ത പക്ഷം ഓടിച്ചെന്ന് കയറുന്ന പരിപാടിയില്ലല്ലോ. കുറെ ഫോർമാലിറ്റീസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. 20 ആള് മിനിമം എങ്കിലും മതി. പറഞ്ഞ പോലെ ആക്ടിവിറ്റി കാണിച്ച് കയറാൻ പറ്റും. 20-25 ഒക്കെ ഉണ്ട്. സെറ്റായോ നോക്ക്. സെറ്റായോ? സെറ്റായിട്ടുണ്ടാവില്ലല്ലോ. ഞാൻ എന്തായാലും ഇറങ്ങാടെ വെച്ചാപ്പ എനിക്ക് ടയേർഡാണോ? ടയേർഡല്ല. കേൾക്കുന്നുണ്ടോ? അത് എന്താ പറ്റിയേ? ഒന്നുമില്ല, ഞാൻ നാളെ വരാം. ഇനി മുന്നോട്ടേക്ക് ഉണ്ടാവോ? എന്നും ലൈവ് ഉണ്ടാവോ? നാളെ ഉണ്ടാവും. കണ്ടിന്യൂസ് ആയിട്ട് വാ, എന്തേലൊക്കെ സെറ്റ് ചെയ്യാം. വരും. സിയോണിൽ കയറിയല്ലോ നമുക്ക്. സിയോണിൽ കയറാം. ഇപ്പൊ കയറുന്നുണ്ടോ അതെയോ നാളെ കയറുന്നുണ്ടോ? ഏ ഇപ്പൊ കയറുന്നുണ്ടോ അതെയോ നാളെയാണ് കയറുന്നത്? എങ്ങനെ സിയോണിൽ എന്താ അവസ്ഥ? സിയോണില് ഗ്യാങ് ആവുള്ളി പെട്ടെന്ന്? സിയോണില് ഉണ്ടായിരിക്കുമല്ലോ, സ്ലോട്ട് ഉണ്ടാവുമായിരിക്കണം. അന്വേഷിച്ചൊക്കെ അറിയാം, പറ്റുമായിരിക്കണം. അത് അത്യാവശ്യം ആക്റ്റീവ് ആണ്, പണ്ട് തൊട്ടേ ഉള്ളൊരു സെർവറാ. നമ്മളൊക്കെ കളിച്ചു വളർന്ന സെർവറാണ്. ഞാൻ നാളെ കൊച്ചി പോണം. നാളെ കുറച്ച് പരിപാടികളുണ്ട്, കുറച്ച് ആൾക്കാരെ മീറ്റ് ചെയ്യണം. പിന്നെ പറ്റുമെങ്കിൽ ഏജന്റ് മെസ്സേജ് അയച്ചിന്, പറ്റുമെങ്കിൽ അവിടെ എന്താ പറയാ പോന്ന വഴിക്കൊന്ന് കേറണം. ചായ കുടിച്ച് 2 വർത്താനം പറഞ്ഞു. ഒളിവ് പ്രശ്നങ്ങളൊക്കെ മാറിയോ? ഒളിവൊക്കെ കഴിഞ്ഞാ? അതെല്ലാം മാറി ആണല്ലേ. ഞാൻ ചുമ്മാ കടന്ന് എല്ലാരുമായിട്ട് വള്ളി പിടിക്കലും ഈ പറഞ്ഞ പോലെ ദേഷ്യം പിടിക്കലും. അത് സാരമില്ല, ഇതൊക്കെ വലിയ കാര്യമുള്ള കാര്യമൊന്നും അല്ല. ആരായാലും ചെയ്തു കൂട്ടുന്ന പരിപാടിയൊക്കെ തന്നെയാ. ഞാൻ എന്തായാലും എൻ്റെ വരാം. ശരി. ഓക്കെ ഗൈസ്, അപ്പോ അതുപോലെ ഷെയ്ക്കായിട്ടും സോൾവ് ആക്കുന്നു. അതുപോലെ അല്ല മോനെ, ഏജന്റുമായിട്ട് ഞങ്ങൾക്ക് ആദ്യമേ ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ കുറച്ച് സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഇതില് ഞാൻ ട്രിഗർ ആയതാ, മനസ്സിലായോ? അത് നമ്മൾ പറഞ്ഞ് സോർട്ട് ചെയ്ത് തീർത്ത്, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ പിന്നെ ഭയങ്കര കൂടുതൽ മൂപ്പരോട് പറഞ്ഞ പോലെ തോന്നി. അതുകൊണ്ട് പിന്നെ ഒരു അപ്പോളജൈസ് പറഞ്ഞു, അത്ര തന്നെ. ഇനിയിപ്പോൾ എന്തായാലും ആ വഴിക്ക് പോകണം. കൊച്ചിയിലേക്ക് പോകുമ്പോൾ മൂപ്പര് പറഞ്ഞു ഒന്ന് നമുക്ക് മീറ്റ് ചെയ്യാമെന്നൊന്ന് പറഞ്ഞു. സോ അപ്പം നമുക്ക് നാളെ കാണാം ഗൈസ്. അപ്പോൾ ബൈ ബൈ, ലവ് യു, സി യു. ഷമീറ, ഇതിൻ്റെ ഒക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നു? ആ ഷിഖന്റെ ജാസിന്റെ ഭാഗം എടാ അപ്പൊ ശരിയടാ കൊച്ചാപ്പി, ബൈ. ഓക്കെ ഓക്കെ ഓക്കെ. അളിയ ഫസ്മിനെ വീഡിയോ കൊണ്ടുവരുന്നു. എന്ത് വീഡിയോ കൊണ്ടുവരാന്? ഫസ്മിന് എന്തോ ഇട്ടല്ലോ, എന്ത് വീഡിയോ ഇട്ടല്ലോ, എന്താ പറയുന്നത്? എടാ ഇത് കണ്ട ഏതല്ലോ
കണ്ട ഏജന്റിനല്ല ഞാൻ പറയുന്നത്, ബാക്കി കണ്ട വാണങ്ങളെല്ലാം പറയുന്നത് കേട്ടിട്ട് അതും വിശ്വസിച്ച് നടക്കല്ല, മനസ്സിലായോ? ഓനൊന്നും കണ്ടന്റ് ഇല്ല. ഓനെല്ലാം എന്നെ കുറിച്ച് ഇട്ടാലേ രണ്ടാൾക്കാർ കാണും. അതിന്റെ അത് എന്തൊരു സിമ്പിൾ കാര്യമാണ്. അപ്പം ഈ പറഞ്ഞ ഏതെല്ലോ കണ്ട ഓൻ്റെ പേര് പോലും ഞാൻ പറഞ്ഞു ഇത് കൊടുക്കുന്നില്ല, കാരണം അത് എടുത്തിട്ട് അടുത്ത വീഡിയോ ആക്കും. അങ്ങനെ നക്കി നടക്കുന്ന വാണങ്ങളെ കേസൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. ഓക്കെ, ഷെയ്ക്കായിട്ട് സോൾവ് ആക്കി. ഷെയ്ക്കായിട്ടില്ല, എന്ത് സോൾവ് ആക്കാനടാ, ഞാൻ പറയുന്നില്ല സോൾവ് ആക്കാൻ. കുറെ അടിച്ച് തന്നിട്ട് ഓന് മറ്റേ ഇതിന്റെ ഓനിക്ക് എല്ലാ കാര്യവും ഇതിന് മുമ്പേ അറിയാം. ആർക്ക്? ഈ ഷെയ്ഖ് എന്ന് പറയുന്നവന് എനിക്ക് എല്ലാ കാര്യവും മുമ്പേ അറിയുന്ന കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളെല്ലാം ആദ്യം അറിയുന്ന വ്യക്തി ഓനാണ്. ഓൻ സോൾവ് ആക്കാൻ നോക്കിയിട്ടുമില്ല. ഈ പറഞ്ഞ പോലെ കുറെ ഓന് ഇത് ഒരു ബെനിഫിറ്റ് ആക്കി എടുത്ത്, കാരണം ഓൻ അതിനെ കൊണ്ട് ഗുണമുണ്ടല്ലോ. അപ്പം ഓനതൊരു ബെനിഫിറ്റ് ആക്കി എടുത്ത്. അത് തന്നെ ഈ പറഞ്ഞ പോലെ ഓന് എൻ്റെ എതിരെ നിന്ന് കുറെ ഊമ്പാൻ നോക്കി, നടക്കൂല എന്നുണ്ടായാലും ഷമീറായിട്ടൊരു സീനും ഇല്ല, നമ്മളായിട്ടൊരു കുഴപ്പമില്ല. കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓൻ വരട്ടെ, ബാക്കി ഞാൻ ഓൻ എന്താന്നുള്ളത് ഓന് കാണിച്ചു കൊടുക്കാം. ഓക്കെ, ഈ വീഡിയോ വേണേൽ കട്ട് ചെയ്തിട്ട് ഇത് ഇട്ട് കൊടുക്കും. ഇതോൻ കാണുന്നുണ്ടാവും, ഓൻ ഇത് കാണുകയും ചെയ്യും. പക്ഷെ ഓൻ ഇത് ഓൻ്റെ DC-ലും ഇടൂല, ഒരു പുല്ലിലും ഓൻ ഇടൂല. കാരണം അതിനുള്ള ഉറപ്പ് എനിക്കില്ല, മനസ്സിലായോ? അതിനുള്ള ഉറപ്പ് എനിക്കില്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ ഓനത് വന്ന് പറയട്ടെ എന്തെങ്കിലും, ഞാൻ ബാക്കി അപ്പം ഞാൻ കാണിച്ചു കൊടുക്കാം. ഓക്കെ, നീ നല്ലവനാണോ? ഞാൻ നല്ലവനല്ല, പക്ഷെ ഓനും നല്ലവനല്ല, അല്ലെങ്കിൽ ഒരുത്തനും നല്ലവനല്ല, മനസ്സിലായോ? അതിനുള്ള പ്രൂഫ് വേണമെങ്കിൽ ഞാൻ കാണിച്ചു കൊടുക്കാന്ന് പറ. അത് താങ്ങാൻ കൽപ്പുണ്ടെങ്കിൽ അതൊന്നും വരൂല മോനെ, മനസ്സിലായോ? അതിനുള്ളൊന്നും ഉറപ്പില്ല, അതൊന്നും വരൂല, മനസ്സിലായോ? ഈ പറഞ്ഞ പോലെ എന്താന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ പറഞ്ഞാൽ കൂടിപ്പോവും. അത് ഓനെ അറിയാം. അതുകൊണ്ടാണ് ബാക്കി ഒന്നിനും നിൽക്കാണ്ട് ഇപ്പം ഷമീറായിട്ട് ഒരു സീനും ഇല്ല. സീനുണ്ട് എന്നോ പറഞ്ഞിട്ട് വരട്ട്, ബാക്കി ഞാൻ കൊടുക്കും, അതറിയാം. ഇതിൻ്റെ എല്ലാം ഇടക്ക് ചോര പിടിക്കാൻ നിന്നിട്ട് ഈ പറഞ്ഞ പോലെ ഞാനും തൊപ്പിയായിട്ട് ആദ്യം അടിയായ സമയം അറിയുന്ന വ്യക്തി ഓനാ. ഒരു കോംപ്രമൈസ് നോക്കാനോ അല്ലെങ്കിൽ ഒരു ഇതാക്കാനോ അല്ലെങ്കിൽ അതിൽ ഒന്നിനും നോക്കിയിട്ടുമില്ല, നോക്കുകയും ചെയ്യില്ല. കാരണം അവർക്ക് ലാഭമല്ലടാ മണ്ട, മനസ്സിലായി? അവരവരെ ഇത് നോക്കി അത്ര തന്നെ. ഗ്യാങ് പെട്ടെന്ന് തുടങ്ങി ജിമ്മിറ, ഗ്യാങ് പെട്ടെന്ന് തുടങ്ങൂടാ. ഗ്യാങ് എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ സെറ്റാക്കാം. ഞാൻ ഡെയിലി വരും, 1 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ ചെയ്യും. തൊപ്പിയുടെ പൈസ നീ മുക്കിയില്ല? നിന്റെ ഉപ്പാന്റെ പൈസ ഞാൻ മുക്കി. ഞാൻ പറയുന്നില്ല മോനെ പൈസ മുക്കാൻ. ആ നാറി 5-ന്റെ പൈസ അടക്കാത്ത നാറി കൈമ കോടിക്കണക്കിന് ഉറുപ്പ്യ ലക്ഷക്കണക്കിന് ഉറുപ്പ്യ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ വിട്ട കേസാണ്. ഒന്ന് പോയട്ടെ, എന്നെ കൊണ്ട് പറയിപ്പിക്കല്ല. ഫസ്മിനെ പറയട്ടെ, ഫസ്മിനെ വന്ന് പറയട്ടെ. എന്താ നിങ്ങൾ ഇപ്പൊ എന്തെല്ലോ പറയുന്നുണ്ടല്ലോ ഇവിടെ, അത് ഫസ്മിനെ വന്ന് പറയട്ടെ. ഫസ്മിനെ പറഞ്ഞതെന്നല്ലേ ഈ പറഞ്ഞ ആരായാലും ഏത് ആളാണെങ്കിലും പറയുന്നത് ഫസ്മിനെ പറഞ്ഞതല്ലേ. അപ്പൊ ഫസ്മിനെ ഒന്ന് പറയട്ടെ. ഫസ്മിനെ പറയൂല, കാരണം അങ്ങനെ ഒരു സംഭവം ഇല്ല. ഇനി ഇത് അവർക്ക് കണ്ടന്റ് ആക്കാനും അവർക്ക് ഇതാക്കാനും വേണ്ടി പലരും പലതും പറയും. അതും വിശ്വസിച്ച് നിങ്ങൾ ഈ മണ്ടന്മാരിങ്ങനെ നടന്നോ? ഇനിയിപ്പൊ എനിക്കെന്താ പറയാനുള്ളത്? പിന്നെ ഡ്രഗ് ടെസ്റ്റിന്റെ അതിന്റെ സാധനം എൻ്റെ കയ്യിലുണ്ട്, അത് വീഡിയോ ആയിട്ട് വരികയും ചെയ്യും. ഓക്കെ, ഗ്യാങ് സെറ്റാക്കാം. എല്ലാം റെഡി ആവടാ. എല്ലാം ഈ സമയത്തെ ഒരു പ്രശ്നമാണ്. ഷമീർ പണ്ടത്തെ പോലെ ചെയ്യാൻ തന്നെ ഞാൻ വന്നത്. പക്ഷെ ഈ ചാറ്റൊന്നും കാണുമ്പോൾ അത് നടക്കുന്നില്ല, മനസ്സിലാവും? എല്ലാം റെഡി ആവട്ടെ. ടൈം മായ്ക്കാത്തൊന്നും ഉണ്ടാവൂല, മനസ്സിലായി? ലോകത്ത് അങ്ങനെയാണ്. ഫസ്മിനോട് പേഴ്സണൽ ഒന്ന് മതിയാക്കിയടാ. എന്തൊരു കുഞ്ഞായ്മയാണ് ഇടാ, എന്തൊരു കുഞ്ഞായ്മയാണ്. ഷമീർ നാളെ തൊട്ട് ലൈവ് അവേഴ്സ് കൂട്ട്. നാളെ തൊട്ട് നമുക്ക് കൂട്ടാം, മനസ്സിലായോ? നാളെ തൊട്ട് നമുക്ക് കൂട്ടാം. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ഞാൻ കുറച്ച് ഡൗണാ. എനിക്കറിയാം, ഞാൻ വന്നാൽ എന്തായാലും എന്നെ ഇങ്ങനെ പലതും പറഞ്ഞ് ഡൗൺ ആക്കും എന്നുള്ള കാര്യം എനിക്ക് നല്ല പോലെ അറിയാം. കാരണം നല്ലതായിട്ട് നിന്നൊരാള് താന്ന് വീണ് പൊട്ടിപ്പൊളിഞ്ഞ് പാളീസാകുന്ന കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. കാരണം അതങ്ങനെ ചെയ്യണടാ. ഈ പറഞ്ഞ പോലെ മറ്റേ മോളിവുഡ് ടൈംസിൽ പറയുന്ന പോലെ നമുക്ക് ഇതുണ്ടാകുന്ന സമയത്ത് എല്ലാവരും നമ്മളെ പൊന്തിക്കാൻ നോക്കും. നമ്മളൊന്ന് ഇതാകുന്ന കണ്ട എല്ലാവരും പിടിച്ച്, കാരണം അവർക്ക് ഇഷ്ടപ്പെടാനും അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവർ പല കാരണങ്ങളും ഉണ്ടാക്കും. അതങ്ങനെയാണ്. റിയാക്ട് റാംബോ ലൈവ് പോയാട്ടെ കണ്ട. ഞാൻ പറയുന്നില്ല മോനെ, മോനെ അത് വെച്ചിട്ട് അടുത്ത ഇതാക്കിയിട്ട് ഇടാനായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ സംഭവം വിട്ട എൻ്റെ പകയും
പരിപാടിയെല്ലാം ഞാൻ വിട്ടു. എനിക്കത് മതിയായി. ഞാൻ ഈ പറഞ്ഞ ഏജന്റിലായി സംസാരിച്ചാൽ എനിക്ക് മനസ്സിലായ കാര്യം നമ്മൾ ഇങ്ങനെ ഇതും കൊണ്ട് പോകുന്നതിനെ കൊണ്ട് അത് കാര്യമില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു മെച്യൂർഡ് ആയിട്ട് ഒരാൾ പറയുന്നത് നമ്മൾ കേൾക്കണം. മനസ്സിലായോ? അതെന്നോട് ആദ്യമേ പറഞ്ഞത് ഏജന്റ്. മനസ്സിലായോ? ഞാൻ പക്ഷെ അത് എടുത്തിട്ടില്ല. ഈ പറഞ്ഞ പോലെ എൻ്റെ ട്രിഗറും ഇതെല്ലാം വെച്ച് നിന്ന്. അങ്ങനെയല്ല നമ്മള് ഈ പറഞ്ഞ പോലെ ഒരു ഇതിൽ അതിൻ്റെ ഒരു അങ്ങനെ ഒരു ഇതുണ്ട്. മനസ്സിലായോ? എല്ലാത്തിനും എടുത്തു ചാട്ടം ഇത് മെച്യൂരിറ്റി എന്ന് പറയും. അതില്ല എനിക്ക്. അതാണ് എന്നെ കുറേ കുയിൽ കൊണ്ടുപോയി ചാടിച്ച കാര്യം എന്ന് പറഞ്ഞാൽ മെച്യൂരിറ്റി ഇല്ലായ്മ. അപ്പോ മെച്യൂരിറ്റി ഉണ്ടാക്കുക എന്നുള്ളത് ഞാനിപ്പോൾ ഉണ്ടാക്കുക മെച്യൂരിറ്റി വന്ന് ഈ പറഞ്ഞ കുറേ പ്രശ്നങ്ങൾ ഇതെല്ലാം വരുമ്പോൾ മെച്യൂരിറ്റി വരാൻ തുടങ്ങി. അങ്ങനെയാണ്. യൂസ് കാണുന്നില്ല. അതെല്ലാം ഞാൻ ഓഫാക്കി ഇട്ടിട്ടുള്ള ഈ പറഞ്ഞ ഇമോട്ട് ഓൺലി മറ്റേ സാധനം അത് ഇത് എല്ലാം ഓൺ ആക്കിയിട്ടുള്ള. കാരണം അതാണ് നല്ലത്. മനസ്സിലായോ? കുറച്ച് നാളത്തേക്ക് നമുക്ക് അങ്ങനെ അങ്ങ് പോവാം. എക്സ്ലാൻഡ് ഈസ് ഗ്യാങ് ആപ്ലിക്കേഷൻ ഇല്ല. സിയോണോ ആസ്ട്രിക് സിറ്റി ആണ് നല്ലത് ഗ്യാങ് ഫോം ആവാൻ. നമുക്ക് നോക്കാം. നമുക്ക് എന്തായാലും ആൾക്കാർ വരട്ടെ. നമുക്ക് ഈ പറഞ്ഞ പോലെ സിയോണോ നോക്കാം, ആസ്ട്രിക്സ് നോക്കാം, എല്ലാം ഉണ്ടല്ലോ. നമുക്ക് നോക്കാം. കണ്ണൂർ കിങ് RP എടാ നമുക്ക് ഞാൻ പഴയ പോലെ ലൈവായിട്ട് വരണം എന്ന് വിചാരിച്ചേടാ. അത് വരും. എല്ലാം ഒന്ന് സെറ്റ് ആവട്ടെ. മനസ്സിലായോ? എല്ലാം ഒന്ന് ഈ പറഞ്ഞ പുറത്ത് നടക്കുന്ന എല്ലാ പരിപാടിയും ഒന്ന് സെറ്റ് ആകുമ്പോൾ ഞാൻ എല്ലാം റെഡിയാക്കി വരും. ഷമീറ ഒരു ടൈം കഴിയുന്ന വരെ നിന്നെ അപരാധിക്കാൻ ഫൈസി. ഷമീറ ഒരു ടൈം വരെ ഷമീറ ഒരു ടൈം കഴിയണ വരെ നിന്നെ അപരാധിക്കാൻ ആൾക്കാരുണ്ടാവും. നീ തിരിച്ചൊന്നും പറയണ്ട. നിനക്ക് നല്ല ടൈം വരും. അപ്പൊ കൊടുക്കാം. അത്ര തന്നെ ഉള്ളൂ. അതാണെടാ ബുദ്ധി. മനസ്സിലായോ? അങ്ങനെയല്ലാന്ന് ബുദ്ധി. ഞങ്ങൾക്ക് അങ്ങനത്തെ ബുദ്ധിയൊന്നും ഇല്ല. ഞാനൊരു ഈ പറഞ്ഞ പോലെ എന്തേ കണ്ട അതിന്റെ മുകളിൽ ചാടി. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞങ്ങൾക്ക് മറ്റേ ഡ്രഗ് ടെസ്റ്റിന്റെ എല്ലാം ഇത് ഇടേണ്ട ആവശ്യമുണ്ടോ? ഒരു പട്ടി പോലും എന്നോട് ചോദിക്കാണ്ട് ഞാൻ ഓവർ ആത്മാർത്ഥതെല്ലാം കാണിച്ചെടുത്ത് ഇട്ടതാണ്. അതിന്റെ ബാക്കിലുള്ള റീസൺസ് ഉണ്ട്. ഇപ്പൊ കംപ്ലീറ്റ്ലി മെഡിക്കൽ റീസൺസ് ഉണ്ട് അതിന്റെ. അതെല്ലാം ഞാൻ കാണിച്ചു തരും. മനസ്സിലായോ? ഇതിപ്പോ ഇവിടെ കാണിച്ചിട്ട് കാര്യമില്ല. അതെല്ലാം അതിന്റെ രീതിയിൽ വരും. ഓക്കെ. അപ്പോ പോർച്ചുഗൽ മാച്ച് ഉണ്ട് ടുഡേ. എന്നാ പിന്നെ എല്ലാരും പോയി കണ്ടോ. എത്ര മണിക്കാ മാച്ച്? എത്ര മണിക്കാ? എന്നാലും നമ്മളെ ബ്രസീൽ പൊട്ടിയല്ലടാ. എന്തൊരു അവസ്ഥയായിരുന്നു. പ്രശ്നം എന്തായി? പ്രശ്നമെല്ലാം ഒരുവിധം എല്ലാം സോൾവ് ആയടോ. വലിയ പ്രശ്നമൊന്നുമില്ല. 12:30 ടൈം ആയനല്ലോ. ആയോ? 12:00 ഇല്ല കേട്ടാ. 10:45. ഷമീർ ഗൺ പവർ സെറ്റാക്ക്. ലൈവ് ഇല്ലാത്തപ്പോ ഗ്രൈൻഡ് ചെയ്യടാ. ലൈവ് ഇല്ലാത്തപ്പോ ഗ്രൈൻഡ് ചെയ്യുന്ന പറയാൻ ടൈം ഇല്ലടാ മുത്തേ. എനിക്ക് അറിയാത്തോണ്ടാ. ഞാൻ ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. മനസ്സിലായോ? അത് നിങ്ങൾക്ക് വരുമ്പോ മനസ്സിലാവും. ഞാൻ വേറെ പല പരിപാടിന്റെ ഇടയിലാ. മനസ്സിലായോ? അതാ ഞാൻ പറഞ്ഞ പുറത്തുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് സെറ്റായി വരും. ടൈം മോശാടാ. മനസ്സിലായോ? ടൈം നല്ല മോശാ. ഈ പറഞ്ഞ പോലെ കുറ്റം പറയാൻ വരുന്നവനിക്കും മറ്റേ തെറി വിളിക്കാൻ വരുന്നവനിക്കും അത് വിളിക്കാൻ വരുന്നവനിക്കെല്ലാം വരാം. വരാം, വിളിക്കാം. കാരണം അതിനുള്ള ഇത് ഞാൻ ആക്കി കൊടുത്തിട്ടുമുണ്ട്. അതിനുള്ള സിറ്റുവേഷനും ഉണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും അത് ചെയ്യാം. അപ്പൊ അത് ചെയ്യട്ടെ അവര്. നമുക്കൊരു സമയം വരും. വൺ ഡേ നമുക്കൊരു സമയം വരും. വൺ ഡേ എന്ന് പറയുമ്പോൾ എനിക്കിപ്പോ ഇപ്പം മറ്റേ ജാസി പറഞ്ഞ ഡയലോഗ് ഓർമ്മ വരും. മുണ്ടേ. അപ്പൊ നമുക്കൊരു സമയം വരും. സമയം വരുമ്പോ നമുക്ക് ഇതാക്കാം. അതല്ല അതിന്റെ ഒരു രീതി. ഇന്നെന്താ സ്പെഷ്യൽ ഫുഡിനെന്നോ? ഇന്നെന്താ സ്പെഷ്യൽ ഫുഡിന്? ഇന്ന് ഞാൻ ഉച്ചക്ക് ചോറ് കഴിച്ചാ, ഊണ് കഴിച്ചാണ്, പിന്നൊന്നും കഴിച്ചില്ല. ആദിൽ ഓക്കെ ആണോ? ആദിൽ ഓക്കേടാ. പോടാ കുണ്ണേ, അത് നിന്റെ തന്ത. വൺ ഡേ വേണ്ട, മതിയായി. അവന്മാരെല്ലാം വിളിക്കാറുണ്ടോ പറഞ്ഞാൽ ആരും ഇപ്പൊ കോണ്ടാക്ട് ഒന്നും ഇല്ലടാ. ശരിക്കും പറഞ്ഞാൽ അതെല്ലാം കോണ്ടാക്ട് ഒന്നും ഇല്ല. ശരിക്കും അങ്ങനെ മെയിനായിട്ട് കോണ്ടാക്ട് ഇല്ല. എല്ലാരും ഈ പറഞ്ഞ പോലെ ആ സംഭവം നടന്ന് പേടിച്ച് ഇതായി ഒരു ആവേശത്തിലെടുത്ത് ചാടിയ പോലെയാണ് എല്ലാരും ചാടിയത്. പിന്നെ എല്ലാരും പേടിച്ച് ഇതായി. ആകെ സ്ട്രോങ് ആയിട്ട് ഞാൻ മാത്രമേ ഇതിന് നിൽക്കുന്നുള്ളൂ. ബാക്കി എല്ലാരും അറിയാലോ, അവരുടെ എല്ലാം ഇതറിയാലോ. അപ്പൊ അതിനനുസരിച്ച് അവർ നിൽക്കുന്നു. എന്റെ കാസ്റ്റ് സീൻ കണ്ടായിരുന്നു. കണ്ട് അകലെ എന്തൊരു സംഭവം അതല്ലത്.
എന്തൊരു സംഭവം അത്. ഷേ ഓൾ ഡേയ്സ് മിസ്സിങ്. വരും ബ്രദർ, വരും. മനസ്സിലാ, വരും എന്ന് പറഞ്ഞാൽ വരും. ക്യാം എന്താ ഇല്ലാത്ത? ക്യാം എന്തിനാന്ന് ഇടുന്നത്? ഇപ്പം വേണമെങ്കിൽ ക്യാം ഓണാക്കാം, കുഴപ്പമില്ല. പക്ഷെ മറ്റേ ഈ കണ്ട വാണങ്ങളൊന്നും വരുമ്പോ എനിക്ക് മറ്റേ ഞാൻ ട്രിഗർ ആവൂടാ. മനസ്സിലാ, ഇവർക്ക് അറിയാം ഇത് ഇതിന് വരുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ ഇത് ട്രിഗർ ആവുന്നു, ഞാൻ ഇവരെ തെറി വിളിക്കുമെന്നും ഇല്ല വേറെ അടുത്ത കോൺട്രവേഴ്സി വരുമെന്നും ബാക്കി ആൾക്കാരെ ഞാൻ തെറി വിളിക്കുന്നു, അടുത്ത കോൺട്രവേഴ്സി വരുമെന്നും അങ്ങനെ ഞാൻ പിന്നെയും മൂഞ്ചു എന്നല്ല ഇവർക്ക് അറിയാം. അപ്പൊ എന്നെ മൂഞ്ചിക്കാനായിട്ട് വരുന്ന കുറച്ച് നാറികളുണ്ട്, മനസ്സിലാ. അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് ഓണാക്കാൻ താല്പര്യം ഇല്ലാത്തതാണ്. നാളെ മുതൽ ഇനിയിപ്പോ കുഴപ്പമൊന്നുമില്ല, എന്തെങ്കിലും ആകട്ടെ വിചാരിച്ചാൽ ഓണാക്കാൻ തോന്നും. കാരണം കുറേ ഇതുണ്ട്, ഈ പറഞ്ഞ പോലെ ആരും സൂപ്പർ വാവ് എന്തോ പറഞ്ഞിട്ടുണ്ട്, ഇവൻ എന്തോ പറഞ്ഞിട്ടുണ്ട്, ഓനെന്തോ പറഞ്ഞിട്ടുണ്ട്, അവരെന്തോ പറഞ്ഞിട്ടുണ്ട്. എല്ലാം റിയാക്ട് ചെയ്യണമെന്നുണ്ട്, പക്ഷെ പറ്റണ്ടേ. ഈ പറഞ്ഞ പോലെ തൊപ്പിയുടെ വിവരം വല്ലതും ഉണ്ട്? എനിക്കറിയില്ല ബ്രദർ, ഞാൻ കോണ്ടാക്ട് ഒന്നും ഇല്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ ഒരു സമയമാകുമ്പോ ശരിക്ക് ആലോചിച്ചു പോകും, ഇതൊന്നും ആവശ്യമില്ലായിരുന്നു. മനസ്സിലാ, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഡയലോഗെല്ലാം ഞാനിപ്പോ ഫേസ് ക്യാം ഓൺ ആക്കിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് യൂട്യൂബില് ഇതാണ് അടുത്ത കോൺട്രവേഴ്സിയും അടുത്ത കണ്ടന്റും ഇതുമെല്ലാം. മനസ്സിലാ, അതുകൊണ്ടാണ് ഞാൻ ഫേസ് ക്യാം ഓൺ ആക്കാത്തത്. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഷമീറ, ഇനി ആരുമായിട്ടും കോൺട്രവേഴ്സി വേണ്ട, ഫോക്കസ് ഓൺ RP, നീ തിരിച്ചു വാ. അതെ 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 അതെ, അത് തന്നെയാണ് അതിൻ്റെ ഇത്. ഫസ്റ്റ് ഡേ സ്ട്രീം തൊപ്പിയെ പറഞ്ഞത് സ്ക്രിപ്റ്റ് ആയിരുന്നു. എടാ ഓൻ പറഞ്ഞാടാ, ഓൻ എന്നോട് പറഞ്ഞതാ ഇങ്ങനെ പറയണം. ഓൻ പറഞ്ഞത് ഭയങ്കര കൂട്ടിയിട്ടാണ്, പക്ഷെ എനിക്ക് അത്ര പറയാൻ പറ്റിയിട്ടില്ല. ഞാനത് നിങ്ങൾക്ക് അത് കണ്ടാൽ മനസ്സിലാവും. ഞാനത് ഭയങ്കര കുറച്ച് ക്രിഞ്ചോട് കൂടിയിട്ടാണ് ഞാൻ പറയും. ഞങ്ങൾക്ക് അങ്ങനെ ക്രിഞ്ചോട് കൂടി പറയാൻ പറ്റിയില്ല, മനസ്സിലാവും. അല്ല എനിക്ക് ഞാൻ ഓന് പറഞ്ഞത് അങ്ങനെയെന്ന്, തൊപ്പിയൻ ഉയിർ, തൊപ്പിയൻ ജീവൻ, എൻ ശ്വാസം, അങ്ങനെയല്ല പറഞ്ഞത്, പറയാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് കുറച്ച് ക്രിഞ്ചായിട്ട് എൻ്റെതായ ഒരു വേലി ഞാൻ പറഞ്ഞു. ഷമീർ, ഞങ്ങളുണ്ട് കൂടെ, ഫുൾ സപ്പോർട്ട് ബ്രദർ. താങ്ക് യു ബ്രദർ. ഷമീർ, മറ്റേ ടെസ്റ്റ് പോസ്റ്റ് ചെയ്യണം, അതിൻ്റെ വരുന്നുണ്ടടാ, അത് വരും. മനസ്സിലാ, അത് ഞാൻ ഈ പറഞ്ഞ് വെളുപ്പിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നും. അത് അങ്ങനെ വരട്ടെ, അതാണ് അതിൻ്റെ ഇത്. അതങ്ങനെയാ, കുറച്ച് കഴിയുമ്പോൾ റിഗ്രറ്റ് അടിക്കും. കാര്യം അത് നമ്മൾ ഈ ദേഷ്യം പിടിച്ചിട്ടും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അങ്ങനെ നമ്മൾ ഡിസിഷൻ എടുക്കുന്നതിലും പാളുപടം. അത് അങ്ങനെയാണ്. ഇതെല്ലാം പിന്നെ ഇപ്പല്ലേ മനസ്സിലാകുന്നത്. മനസ്സിലാ, ഇപ്പല്ലേ മനസ്സിലായി തുടങ്ങുന്നത്. ഒന്നാമത് അങ്ങനെ എൻ്റെ എല്ലാം എനിക്കൊന്നും അങ്ങനെ വലിയ മെച്യൂരിറ്റി ഇല്ലാത്ത ആളല്ലേ ഞാനെല്ലാം. ഷമീർ, എന്തെല്ലാം ഉണ്ട്? ഇതാര്? സൈഫർ ഓജി. സുഖം ബ്രദർ, സുഖം. ഇത് മൊത്തം അപ്പൊ സ്ക്രിപ്റ്റ് ആയിരുന്നോ? നിങ്ങൾക്ക് എന്തെല്ലാം അറിയേണ്ടത്? എന്തൊക്കെയാ അറിയണ്ടേ? ഗാങ് നെയിമോ? ഗാങ് നെയിം എന്ന് പറയുമ്പോ അല്ല, ഇപ്പോഴും അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടല്ലേ. അവര് ഭയങ്കര ബുദ്ധിയുള്ള ആൾക്കാരാന്ന് തോന്നുന്നു അങ്ങനെ വിശ്വസിക്കുന്നത്. ഇപ്പം ഈ പറഞ്ഞ പോലെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മള് പിന്നെയും ഗാങ് ലൈവ് വന്നിട്ട് ഈ പറഞ്ഞ പോലെ ഫുള്ള് ഇതാന്ന് പറഞ്ഞ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. ഗാങ് നെയിം ROG, അതല്ലേ നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നത്. ഷമീറെ, ഫുഡൊക്കെ കഴിച്ചോ? എങ്ങനെയുണ്ട്? ഒക്കെ പുറത്തു ആന്ന് കേട്ടോ. മനസ്സിലായില്ല, അത് മനസ്സിലായില്ല മൊത്തം. ലെറ്റ്സ് ഡു സം RP ടുഗദർ ബ്രദർ. അത്രേ ഉള്ളൂ ബ്രദർ. ബ്രോ, ലൈഫ് ഓഫ് എടാ ഓൻ്റെ എല്ലാം, എടാ ഓനൊന്നും കണ്ടന്റ് ഇല്ലടോ, മനസ്സിലാക്ക്. ഓന് ഞാൻ കോപ്പി റൈറ്റ് സ്ട്രൈക്ക് കൊടുത്തെന്ന് പറഞ്ഞിട്ടാണ്, ഓന് ഈഗോ അടിച്ചെന്ന് പറഞ്ഞിട്ടാണ് ഓൻ വീഡിയോ എടുത്തത്. ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ കൂടിപ്പോ അടുത്ത ഇതായി പോകും, അതുകൊണ്ട് ഞാൻ മിണ്ടുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ. വിട് ഗൈസ്, ഞാൻ അത് സംസാരിക്കുന്നില്ല, വിട്ടേക്ക്, അത് വിട്ടേക്ക്. മനസ്സിലാ, എല്ലാം സമയം വരട്ടെ. ഞാനൊരു ഉപദേശം പറയാം, വെറുതെ ഒരു പ്രശ്നത്തിനും പോകരുത്. കാര്യം ഇനി ഇല്ലട മുത്തേ, എനിക്കത് മനസ്സിലായടാ. എനിക്കത് കിട്ടിയാലും പഠിക്കാത്തൊരു സ്വഭാവമായിരുന്നു എൻ്റെ.
പിന്നെ എനിക്ക് മനസ്സിലായി ഈ പറഞ്ഞ പോലെ ഏജന്റ് എല്ലാം വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നേരം നല്ല ഇരുന്ന് പറഞ്ഞു തന്നു മൂപ്പര്. ഇങ്ങനെയാണ് ഇതിന്റെ ഇതിങ്ങനെയാണ് ഫീൽഡ് ഇങ്ങനെയാണ്. നീ ഇത്രയും കാലം ഇതൊന്നും അറിയാണ്ടെന്ന് ഈ പറഞ്ഞ പോലെ തൊപ്പീന്റെ കൂടെ ഉണ്ടായിക്കൊണ്ട് അങ്ങനെ അതൊന്നും അറിയാണ്ടെന്ന് ഇങ്ങനെയാണ് ഒറ്റക്ക് നിൽക്കുമ്പം ഇങ്ങനത്തെ ഇതെല്ലാം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ മാക്സിമം നല്ല രീതിയിൽ ഇതിലെല്ലാം പോയാ അങ്ങനെ അങ്ങ് മനസ്സിലായ അങ്ങനെയെല്ലാം ആണ്. ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് ഈ ട്രിഗറും ഇതും ദേഷ്യങ്ങളും കയറും അപ്പാടെ ആ സ്പോട്ടില് അങ്ങനെ ഒരുത്തരായിപ്പോയി ഞാൻ. ഇനി അങ്ങനത്തെ പരിപാടിയൊന്നും ഉണ്ടാവില്ല, അത് എൻ്റെ ഭാഗത്ത് ഉറപ്പാണ്. ഇനി ഈ കോൺട്രവേഴ്സി എന്ന് പറഞ്ഞാൽ ഒരു 5 കൊല്ലത്തേക്കുള്ള കോൺട്രവേഴ്സി ഞാൻ ചെയ്ത് കഴിഞ്ഞു. മനസ്സിലായോ? ഒരു 5 കൊല്ലത്തേക്കുള്ള കോൺട്രവേഴ്സി ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു കോൺട്രവേഴ്സി പിടിക്കാൻ എനിക്ക് പറ്റൂല. മനസ്സിലായോ? അടുത്തൊരു 5 കൊല്ലത്തേക്കുള്ള കോൺട്രവേഴ്സി ഞാൻ ഓൾറെഡി പിടിച്ചു. ഇനി എനിക്ക് പിടിക്കാൻ പറ്റൂല. ഇനി ഞാൻ നല്ലതിൽ പോവാൻ പോവാ, കാരണം എനിക്ക് പറ്റൂല. അതാണ് പുറത്തൊക്കെ പ്രശ്നം കാരണം GTA ഗ്യാങ് പോയതാണ് ശരിക്കും സാഡായത് കാര്യം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ. പിന്നെ ഇതിലെല്ലാവർക്കും പങ്കുണ്ടോ, മനസ്സിലായോ? ഈ പറഞ്ഞ പോലെ ഒരു പ്രോബ്ലം വരുമ്പോ അത് ഇതാക്കാൻ ഈ പറഞ്ഞ ഇതിന്റെ റൂട്ട് കോസ് ആയിട്ട് ഓരോരാൾക്കും ഇതിൽ പങ്കുണ്ട്. ഓരോരാൾക്കും പങ്കുണ്ടെന്ന് ഞാൻ പറയും. ഇപ്പൊ GTA ആൾക്കാരാണെങ്കിലും ഓരോരാൾക്കും പങ്കുണ്ട് തന്നെ ഞാൻ പറയും. പിന്നെ ആരുടെ പേരും ഇതൊന്നും എടുത്ത് ഞാൻ പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ എല്ലാരും അവരവരെ ഇത് നോക്കി ലാസ്റ്റ് ഇപ്പൊ എല്ലാം അടിച്ച് മൂഞ്ചി തെറ്റി അങ്ങ് ഇരുന്നു, മനസ്സിലാ. അപ്പം ബ്രോ ആ ലൈഫ് ഓഫ് അനന്തു കോപ്പിറൈറ്റ് അടിച്ച് കളയാൻ പറ്റുമോ? അവൻ കുറെ പേരുടെ ലൈഫ് നശിപ്പിച്ചവനാണ്. എടാ ഓനൊന്നും ഒരു പുല്ല്, ഓനൊന്നും ഇതാക്കി വിചാരിച്ചിട്ട് എന്റെ ലൈഫ് നശിക്കാനൊന്നുമില്ല, മനസ്സിലാവും. വിട്, ഞാൻ പറയുന്നില്ല. അതെല്ലാം നമുക്ക് നമ്മളെ പരിപാടികളിലൂടെ ഇതാക്കാൻ പറ്റും. പിന്നെ കൊടുക്കാൻ പറ്റുന്നതെല്ലാം നമുക്ക് ആ സമയം വരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. വേറൊന്നും നമുക്ക് ചെയ്യാൻ പറ്റൂല. നമ്മളോട് ചെയ്തവരെല്ലാം നമുക്ക് വെയിറ്റ് ചെയ്ത് സമയം വരുമ്പോ ഇതാക്കാം. അല്ലാണ്ട് മോശം സമയത്ത് നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. അതാണ് എന്നോട് കുറെ ആൾക്കാർ പറഞ്ഞു തന്ന ഉപദേശം. നമുക്കൊരു മോശം സമയത്താണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാം മോശമായിട്ട് സംഭവിക്കും. അതെങ്ങനെയാടാ ലൈഫ് അങ്ങനെയാണ്. നമുക്ക് നല്ല ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, എൻ്റെ നല്ല ടൈം നിങ്ങൾ കണ്ടിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ എന്ത് തെറ്റ് ചെയ്താൽ പോലും അത് നല്ലതേ ആവാറുള്ളൂ, അല്ലെ? ഇപ്പൊ ചെറിയ തെറ്റ് ചെയ്താൽ പോലും അത് വലിയ തെറ്റാവും. അങ്ങനെയാണടാ ജീവിതം എന്നെല്ലാം പറഞ്ഞാൽ അങ്ങനെ തന്നെയാവും. ഈസ്മായിലായിട്ടുള്ള ഇഷ്യൂ ഉണ്ടോ? അപ്പൊ എന്നെ ഞാൻ പറയുന്നത്, എടാ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആർക്കും വെയിറ്റോ ഇതൊന്നും കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. എല്ലെണ്ണം ജീവിച്ച് പോട്ടെ. കുറെ എണ്ണം ഞാൻ ഇതാക്കിയ കുറെ എണ്ണം അനക്ക് അടിച്ച് ബാക്കും തന്നിട്ടുണ്ട്, കുറെ എണ്ണം, മനസ്സിലാ. അപ്പൊ ഓനെല്ലാം അങ്ങനെ ആക്കി അടിച്ചു തന്ന് ഈ പറഞ്ഞ പോലെ രക്ഷപ്പെടാന്ന് വിചാരിച്ചായിരിക്കും. ഇപ്പൊ എല്ലാവരും മൂഞ്ചി. അപ്പം എല്ലാവരും മനസ്സിലാ. അപ്പോ അത് തന്നെടാ, ഇത് അള്ള ഉണ്ട്. അങ്ങനെ അങ്ങനെ അള്ള ഇല്ലാത്ത ലോകമൊന്നല്ല ഇത്, അല്ലെങ്കിൽ ദൈവം ഇല്ലാത്ത ലോകമൊന്നല്ല ഇത്. എന്തൊക്കെ ഉണ്ടോ, എന്തൊക്കെ ഇതുണ്ടോ അതിനെല്ലാം എല്ലാവർക്കും കിട്ടും, മനസ്സിലാ. അതിപ്പോ ഏത് വല്ല മഹാനാണെങ്കിലും ഏത് വല്ല ആളാണെങ്കിലും തെറ്റ് ചെയ്താ അല്ലെങ്കിൽ അതിനുള്ള ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹാർട്ട് ക്വാളിറ്റി ഇല്ലെങ്കിൽ പണി കിട്ടും. അതങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഞാൻ വല്ല പുണ്യാളനായിട്ട് പറയുന്നൊന്നല്ല, ഞാനും മാറിയും ചറ്റെല്ലാം തന്നെയാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ അങ്ങനെയാണ്. പക്ഷെ ഞാൻ തന്നെ ആലോചിക്കുമ്പം ഞാൻ അങ്ങനത്തെ ഒരു അത്ര വലിയ ഇതല്ല. ഞാൻ ഒരു മണ്ടനായിട്ടുള്ള ഒരുത്തനാണ്. അതുകൊണ്ട് പറ്റിയ കുഴപ്പങ്ങളെ ഞങ്ങൾക്ക് ജീവിതത്തിൽ പറ്റിയിട്ടുള്ളൂ. ഇനി അപ്പൊ ഗാങ് ലൈവ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? ഗാങ് ലൈവ് ഇനിയിപ്പോ എനിക്ക് തോന്നുന്നില്ലടാ ഉണ്ടാവോ ഇതാവോന്നൊന്നും. കാരണം എല്ലായിടത്തും അങ്ങനെയൊക്കെയാ പോകുന്നത്. ബിസിനസ് എന്തായി വരുന്നുണ്ട്, അടുത്ത വ്ളോഗ് വരുന്നുണ്ട് അതിന്റെ കാര്യങ്ങളായിട്ട്. എൻ്റെ ഇപ്പോഴത്തെ പുറമേ ഉള്ള ജീവിതം നിങ്ങൾക്ക് അറിയില്ലല്ലോ, അതൊക്കെ ആയിട്ട് വരുന്നുണ്ട്, വ്ളോഗ് വരുന്നുണ്ട്. ദൈവം ഉണ്ടെങ്കിൽ തെറ്റ് നടക്കൂല ബ്രോ. പക്ഷെ ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലടാ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ? തെറ്റുകൾ സംഭവിക്കും, എന്നിട്ട് പിന്നെ ശരിയാവും. ചീത്ത സമയം വരും. ആ ചീത്ത സമയം വരുമ്പോൾ നമ്മൾ ദൈവത്തിനെ കുറ്റം പറയും, ദൈവം ഇല്ല നമ്മൾ വിചാരിക്കും, ദൈവം നമ്മളെ രക്ഷിക്കൂല നമ്മൾ വിചാരിക്കും. പക്ഷെ നല്ല സമയം വരുമ്പം ഇതേ ദൈവം തന്നെ നമ്മളെ എല്ലാം മായ്ച്ചുകൊണ്ട് എല്ലാം മറിച്ചുകൊണ്ട് നല്ല ഇതിലേക്ക് എത്തിക്കും.
അപ്പൊ അത് ജീവിതത്തിന്റെ ഒരു പാർട്ടായിരിക്കും, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു കളിയായിരിക്കും, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കറിയില്ല, മനസ്സിലാ, എനിക്കറിയില്ല അതിനെ കുറിച്ച്. വ്ളോഗ് ഡബ്ല്യൂ ആയിരുന്നു. താങ്ക് യു ബ്രദർ. നീ സത്യമായി പറഞ്ഞ സപ്പോർട്ട് ചെയ്യും, സ്ക്രിപ്റ്റ് ആക്കി മാനിപ്പുലേഷൻ ആക്കി. എടാ ഞങ്ങക്ക് ഈ പറഞ്ഞ പോലെ, ഞാൻ നിങ്ങൾ ഈ പറയുന്ന പോലെ ഇങ്ങനെ സ്ക്രിപ്റ്റ് ആക്കാൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ബുദ്ധിയുള്ള ഒരുത്തരാണെങ്കിൽ ഞാൻ അങ്ങനെ ഒരു മണ്ടത്തര ചെയ്യോടാ. കാരണം ഒരാളും എന്നോട് ഈ പറഞ്ഞ പോലെ ഡ്രഗ് റിസൾട്ട് ചോദിക്കാണ്ട് എല്ലാവരും മറന്ന്, ആരും അതിനെക്കുറിച്ച് പറയുന്നില്ല, ആരും അതിനെക്കുറിച്ച് വീഡിയോ ഇടുന്നില്ല, ആരും ഇതാക്കുന്നില്ല. എന്നിട്ട് ഞാൻ അങ്ങനെ ഒരു സാധനം ചെയ്തിട്ട് അതും അത്രയും മണ്ടത്തരം കാണിച്ചിട്ട് ഇതായ ഒരുത്തനാണ് ഞാൻ, മനസ്സിലായ? അപ്പൊ കുറച്ചെങ്കിലും അതിനുള്ള കഴിവുള്ള ഒരുത്തരാണെങ്കിൽ ഞാനത് വൃത്തിക്ക് ചെയ്തിട്ട് നിങ്ങളെ മണ്ടന്മാരെ ആക്കുക, അല്ലെങ്കിൽ അങ്ങനെയല്ലേ അത് സംഭവിക്കേണ്ടത്. അപ്പം പാർട്ടിയായില്ല. ലിയോൺ സിറ്റി കേറ്. നാളെ ലൈവ് ഉണ്ടോ? നാളെ ലൈവ് ഇടാം. ഗൈസ് ഹി ഈസ് മാനിപ്പുലേറ്റിംഗ്. അങ്ങനെ തന്നെടാ. മാലിക്കായുള്ള ഇഷ്യാണ് ഇതിനെല്ലാം തുടക്കം. അങ്ങനെ പറയാൻ പറ്റൂല. എന്നാലും ഈ പറഞ്ഞ പോലെ ഇവന്മാർക്കെല്ലാം ഞാനല്ലേ പറഞ്ഞു കൊടുത്താടാ ഈ റാംബോനോടെല്ലാം. റാംബോ, നിങ്ങൾ നിങ്ങളെ കാര്യമായിട്ട് പോയിക്കോ, ഞാനിപ്പോ നിങ്ങളെ RP-യിലില്ല, ഇതിനില്ല. അപ്പൊ എന്നെ ദയവേതൊന്നും പറയാനോ ഇതാക്കാനോ വരരുത്, നീ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് ബുള്ളിങ്ങും ഇതെല്ലാം ഇവർ തന്നു. ഞാൻ വിട്ട് ഇതാക്കി. പുറത്തും കുറേ നടന്നിട്ടുണ്ട് ഇതെല്ലാം, അകത്ത് മാത്രല്ല. പിന്നെ ലാസ്റ്റ് കെട്ടേരം ഈ പറഞ്ഞ പോലെ. പക്ഷെ അതൊന്നല്ല കേട്ടോ, ഇതെല്ലാം അതിന്റെ മുമ്പേ ഞാൻ പറയുന്നുണ്ട് ഞാൻ ഇത് ഇതാക്കുമെന്ന്. പക്ഷെ ഇവന്റെ എല്ലാം ഈ കൊണയും കൂടി കണ്ടേരം എനിക്ക് ഒന്നും കൂടി ഒന്ന് ഇളകി, മനസ്സിലായി? ഈ കണ്ട വാണത്തിന്റെ എല്ലാം ഇത് കണ്ടേരം. അപ്പം അങ്ങനെയാണ്. ബ്രോ, അന്ന് ഹൃദു അരുൺ വന്നിട്ട് തെറി വിളിച്ചത് സ്ക്രിപ്റ്റ് ആണോ? ഏയ് അതൊന്നും അങ്ങനെ എല്ലാം ഒന്നല്ലടാ. ഈ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നതല്ല, ഞാനൊരു കാര്യം പറയട്ടെ, അങ്ങനെ എല്ലാം സ്ക്രിപ്റ്റ് ഒന്നല്ല. ഈ പറഞ്ഞ പോലെ കുറെ കാര്യങ്ങൾ മെജോറിറ്റി ഓഫ് ദ തിങ്സ് ഇതാണ്. പക്ഷെ ഇങ്ങനത്തെ എല്ലാം ഒന്നും അങ്ങനെയല്ല, എല്ലാം അങ്ങനെ ചെയ്യാൻ പറ്റൂല. നമുക്ക് അങ്ങനെ വേറൊരാളെങ്ങനെ നമുക്ക് സ്ക്രിപ്റ്റ് ആക്കി ചെയ്യാൻ പറ്റും? ഈ പുറമേ വരുന്ന നമ്മളെ കൂട്ടത്തിൽ നടക്കുന്നതല്ലാണ്ട്, നമ്മളിപ്പോ 10 ആളുണ്ടെങ്കിൽ 10 ആള് കൂടിയിട്ട് സ്ക്രിപ്റ്റ് ചെയ്യാന്നല്ലാണ്ട് പുറമേ ഉള്ള ആരും ഒന്നും അങ്ങനെ ഒന്നും നിൽക്കൂല. പ്രത്യേകിച്ച് ആരും അങ്ങനെ പുറമേ ഉള്ള ആൾക്കൊന്നും അത് മനസ്സിലാവില്ല. അവർക്കൊന്നും അങ്ങനെ ആക്ട് ചെയ്യാൻ പോലും അങ്ങനെ ഒന്നും പറ്റൂല, മനസ്സിലായോ? അപ്പം എന്തായാലും നീ മുമ്പില് നമ്മള് ഹാപ്പി. അത് മതിയടാ മുത്തേ, അത് മതി. ബ്രോ, യുവർ വ്യൂസ് ആർ അണ്ടർ 18. എന്റെ പൊന്ന് ബ്രദർ, ഇവിടെ എത്ര 812 ഇതാ ഇവിടെ എനിക്ക് കാണാം. വ്യൂസും വെച്ചിട്ട് ഞാൻ ഇവിടെ ലൈവ് ചെയ്യുന്നു, മനസ്സിലായോ? വെറുതെ നിന്റെ എല്ലാം ഓരോ മൊണ്ണത്തരം എല്ലാം കണ്ട് ഞാൻ ഇതാകണായിരിക്കും. ഇത് എനിക്ക് ഇവിടെ കാണിക്കും, നിങ്ങൾക്ക് കാണിക്കൂലെങ്കിലും. ഷമീർ ലൈവ് സ്റ്റോറി പറയുന്ന. ലൈവ് സ്റ്റോറി എന്താ ഞാൻ പറയാനുള്ളത്? ലൈവ് സ്റ്റോറി എന്താ പറയാനുള്ളത്? ലൈവ് തുടങ്ങിയത് നിങ്ങൾ കണ്ടല്ലേ? അപ്പം ലാസ്റ്റ് 40% പറയാമോ? ലാസ്റ്റ് 40 മതിയടോ. എന്തിനാടോ ഈ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും? എടാ, നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഞാൻ ഈ പറഞ്ഞ ഈ സംഭവം എല്ലാം നടക്കുന്നതിന് മുമ്പ് ഇതെല്ലാം എനിക്ക് വേണേൽ ഫേസ് ക്യാം ഇട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ റീച്ചും കൂടുതൽ ആൾക്കാരിലേക്കെല്ലാം ഇതെല്ലാം എത്തും. പക്ഷെ എനിക്ക് വേണ്ട, ഈ ഉള്ള ആൾക്കാരോട് ഞാൻ ഈ കാര്യം പറഞ്ഞില്ല. നിങ്ങൾക്കൊരു കാര്യം അറിയാം, ഞാൻ ഈ പറഞ്ഞ പോലെ
ഓൻ്റെ കൂടെ 10-12 കൊല്ലം ഞാൻ കൂടെ ഉണ്ടായതാ അല്ലേ? ഞാൻ ഒരിക്കൽ പോലും എൻ്റെ റീചാർജ് ചെയ്യാൻ പോലും ഓൻ ഇങ്ങനെ ചോദിക്കും, റീചാർജ് ചെയ്യണോന്ന് ചോദിക്കും. ആയിരിക്കും റാംബോക്കൊക്കെ റീചാർജ് ചെയ്ത് കൊടുക്കുമ്പോൾ ചോദിക്കും റീചാർജ് ചെയ്യണോന്ന് ചോദിക്കും. ഞാൻ പറയും വേണ്ടാന്ന് പറയും. കാരണം എന്താ അറിയോ, എനിക്ക് എൻ്റെ ഇതിൽ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് ആ പൈസക്ക് എന്തെങ്കിലും മേടിച്ച് തിന്നാന്നുള്ള ബോധമുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ മൈൻഡുള്ള ആളാണ് ഞാൻ. ഓൻ്റെ ആടെ തിന്നു കിടന്നു അല്ലെങ്കിൽ ഫുഡ് കഴിച്ചു കിടന്നുറങ്ങി എന്നല്ലാണ്ട് വേറൊരു ഇതിനും ഞാൻ ഓൻ്റെ പൈസയോ ഇതോ അല്ലെങ്കിൽ വേറൊന്നും ഞാൻ അവിടുന്ന് യൂസ് ചെയ്തില്ല. മനസ്സിലായോ? അങ്ങനെ പോയതാ ഞാൻ. എന്നിട്ട് ഈ പറഞ്ഞ പോലെ ഓൻ്റെ ലൈവ് എൻ്റർടൈൻ ആക്കാൻ വേണ്ടി എന്നെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റത്തെ മലേഷ്യൻ വ്ളോഗെല്ലാം ഓൻ പറഞ്ഞ് എന്താ പറയുക, ഇതിൽ കണ്ടന്റ് ഒന്നുമില്ല, ഞാൻ ഈ വ്ളോഗ് ഇടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചെയ്തതെന്താ അറിയോ, ഞാൻ അവിടെ ഉള്ളൊരു പെണ്ണുങ്ങളെ കണ്ടിട്ട് വെറുതെ പോയിട്ട് അങ്ങോട്ടൊരു ഇതാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഓൻ്റെ ലൈവിന് അല്ല വ്ളോഗിന് കണ്ടന്റ് ആക്കാൻ വേണ്ടി ഞാൻ ചെയ്തു കൊടുത്തതാ അത്. അങ്ങനെ വരെ ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം ക്യാമറയുടെ മുമ്പിലുള്ള കാര്യം കേട്ടോ. ഇതിന്റെ ബാക്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഓൻ്റെ എന്തെല്ലാം സ്ട്രഗിളിങ് പീരീഡിലും എന്തെല്ലാം കാര്യത്തിലും കൂടെ ഉണ്ടായി എന്നുള്ളത് ഓന് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ എന്നിട്ട് ഈ പറഞ്ഞ പോലെ ഇതെല്ലാം ചെയ്ത് എനിക്ക് ഓനൊരു ചാനൽ ഉണ്ടാക്കി തന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, അൾട്ടിമേറ്റ്ലി ഈ പറഞ്ഞ ഞാൻ ചെയ്തതിനൊക്കെ എനിക്ക് പേ ഓഫ് കിട്ടി. അൾട്ടിമേറ്റ്ലി ഞാൻ ചെയ്തതിനൊക്കെ എനിക്കൊരു പേ ഓഫ് കിട്ടി. ഓൻ എല്ലാ കാര്യങ്ങളും ഞാൻ ഇത്ര കാലം കൂടെ നിന്നതിന് എനിക്കൊരു ഇത് തന്നല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് നടന്നല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ഓൻ ചെയ്തു തന്നല്ലോ. സോ എനിക്ക് അൾട്ടിമേറ്റ്ലി ഒരു പേ ഓഫ് കിട്ടിയെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ നിന്നു. ഞാൻ എനിക്ക് അവനോട് റവന്യൂ കാര്യങ്ങളൊന്നും ഞാൻ ചോദിക്കുന്നില്ല കേട്ടോ. എനിക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ ആ പ്രൈം ടൈമിൽ 10-15 യൂട്യൂബിൽ ലൈവ് വ്യൂവർഷിപ്പ് ഉണ്ട്. അപ്പം ആ ലൈവ് കഴിയുമ്പോൾ ഇത്ര ലക്ഷം എനിക്ക് കിട്ടും മാസത്തിൽ. അപ്പം അത് ഞാൻ കാണാറുണ്ട്. പക്ഷെ ഞാൻ ഇന്നേ വരെ ആ പൈസ ചോദിക്കാനോ ഇതാക്കാനോ ഒന്നും ഞാൻ നിന്നില്ല. എന്നിട്ട് 1 മാസം 2 മാസം 3 മാസം 4 മാസം ഞാൻ പൈസ ചോദിച്ചിട്ടില്ല, ഞാൻ ചിന്തിച്ചിട്ടുമില്ല. എൻ്റെ അടുത്ത് ഈ പറഞ്ഞ പോലെ ഓരോരോ ആൾക്കാർ പറയാറുണ്ട്, ഇത്ര പൈസ കിട്ടുന്നില്ല, ഇത്ര പൈസ കിട്ടുന്നില്ല, ഇത്ര ഇത് നിങ്ങൾക്ക് കിട്ടുന്നില്ല, ഇത്ര ലക്ഷം കിട്ടുന്നില്ല. എല്ലാവരും വിചാരം അങ്ങനെയാണ്. പക്ഷെ ഞാനത് ചോദിക്കാനോ പറയാനോ ഒന്നുമില്ല. കാരണം ഓനാണ് ചോദിക്കുന്നത് ശരിയല്ല. ലാസ്റ്റ് ഈ പറഞ്ഞ പോലെ പെങ്ങളെ ഇത് വന്ന് വീട്ടിൽ നിന്നും ഇതിൽ നല്ല പ്രഷറായി എന്തെങ്കിലും കൊടുക്കണ്ടേ എന്നുള്ള ഇത് വന്നിട്ട് അപ്പം ജാസി എന്നോട് പറയുന്നുണ്ട്, ഓന് 1 ഉറുപ്പ്യ നിങ്ങൾക്ക് തരാൻ പോകുന്നില്ല, നീ കണ്ടോ. ഞാൻ അവനോട് പറഞ്ഞ ബ്രോ നീ നോക്കിക്കോ, എന്തൊക്കെ പറഞ്ഞാലും ആരോടൊക്കെ ഓൻ ചെറ്റത്തരം ചെയ്താലും എന്നോട് ചെയ്യൂല, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് അങ്ങനെ ഓൻ പെരുമാറൂല, അല്ലെങ്കിൽ ഓൻ ചെയ്യുന്നതിനുള്ള ഒരു ബാക്കിൽ ഒരു അർത്ഥം ഉണ്ടാവും, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യം ഉണ്ടാവും. അങ്ങനെ പറഞ്ഞ് ഞാൻ താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങി പോയതാണേ. സ്റ്റെപ്പ് ഇറങ്ങി പോയി ഞാൻ ഈ പറഞ്ഞ പോലെ ഓൻ റൂമിൽ ഇരുന്ന് ഗെയിം കളിക്കുക ചെയ്യുന്നത്. ഈ പറഞ്ഞ പോലെ ഞാൻ ഇതിന് പൈസ ചോദിച്ചാലും ഓൻ്റെ സ്വഭാവം മാറി. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ പറഞ്ഞ പോലെ ഇവരെല്ലാം പറഞ്ഞത് സത്യമാണ്. അത് മാത്രല്ല, ഇവരെല്ലാം പറഞ്ഞത് സത്യാന്ന് മാത്രല്ല, എന്താ പറയാ ഈ പറഞ്ഞ പോലെ എനിക്ക് അത് ഈ പറഞ്ഞ പോലെ എന്നോട് പറയാറുണ്ട്. ജാസി ആണെങ്കിൽ ഇതാണെങ്കിലും എല്ലാം പറയാറുണ്ട്, ഇവൻ ഇങ്ങനെ ചെയ്യും, ഇങ്ങനെയാണ് ഇവന്റെ ഉദ്ദേശം, ഇങ്ങനെയും സംഭവം തന്നെ പറയാറുണ്ട്. പക്ഷെ ഞാൻ പറയും എടാ അങ്ങനെയല്ല, എനിക്ക് അറിയാത്തോണ്ടാ ഞാൻ അവനെ ഇത്ര കൊല്ലായി കാണുന്നു. ഇങ്ങനെ ഞാൻ ഇത് ഡിഫെൻഡ് ചെയ്യല. ഈ ലാസ്റ്റ് ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ താഴേക്ക് റൂമിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ പോലും ഞാൻ ഡിഫെൻഡ് ചെയ്ത് എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിക്കുന്നത് ഓൻ അങ്ങനെ ചെയ്യൂല, ഒരിക്കലും എൻ്റെ കേസിൽ ചെയ്യൂല. വേറെ ആരെ കേസിൽ ഓൻ ചെയ്താലും എൻ്റെ കേസിൽ ഓൻ അങ്ങനെ ചെയ്യൂല. എൻ്റെ പെങ്ങളെ കല്യാണം എന്ന് പറഞ്ഞാൽ അത് ഓൻ്റെ പെങ്ങളെ കല്യാണമായിട്ട് ഓൻ കാണും. ഇങ്ങനെയും വിചാരിച്ച് ഞാൻ പോയിട്ട് എന്നോട് പറഞ്ഞ വർത്താനം കേട്ടിട്ട് ഞാൻ കംപ്ലീറ്റ്ലി എൻ്റെ 12 കൊല്ലത്തെ ഫ്രണ്ട്ഷിപ്പ് ഞാൻ സംശയിച്ചിട്ട് ഞാൻ അവിടെ ട്രോമറ്റൈസ്ഡ് എന്നല്ല, ഞാൻ ഡിപ്രഷൻ അല്ല, ഞാനിങ്ങനെ ദേഷ്യവും വെറുപ്പും എനിക്ക് എന്നോട് തന്നെ എനിക്ക് ദേഷ്യവും വെറുപ്പും ഇതെല്ലാം തോന്നിപ്പോയി. കാരണം അത് അങ്ങനത്തെ ഒരു അവസ്ഥയാന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ മനസ്സിലാവില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിപ്പോയി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ വിട്ടു. ഈ പറഞ്ഞ പോലെ ഓനെ അങ്ങനെ പറഞ്ഞു. ഞാൻ പിന്നെ വിചാരിച്ചു ഓൻ്റെ പ്രഷറിൽ പറഞ്ഞായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിൽ പറഞ്ഞായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ പറഞ്ഞായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. എന്നിട്ട് ഈ പറഞ്ഞ പോലെ 3 മാസം ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇവന്റെ ബാക്കിൽ നിന്ന് ഫോൺ വിളിച്ചും ഇതാക്കി എല്ലാം ഞാൻ നടന്നു. ഞാൻ പറയടാ നമുക്ക് ഇങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യണോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കണോ, എന്തിനാ ഇങ്ങനെ ഒരു സംഭവം ആക്കുന്നത്, നമുക്ക് നല്ല രീതിയിൽ പോയാൽ പോരെ. അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഓൻ വിളിച്ച് ഫോൺ എടുക്കുന്നില്ല. ഞാൻ ബാക്കിയുള്ള റാംബോനെ വിളിക്കും, പിന്നെ മൻസൂർ ഖാനെ വിളിക്കും, മറ്റവനെ വിളിക്കും, ഓൻ്റെ ഗേൾ ഫ്രണ്ടിനെ വിളിക്കും. ഇവരാരും ഫോൺ എടുക്കുന്നില്ല, സംസാരിക്കുന്നില്ല. ആകെ ഇതാക്കിയത് ആരാ,
മൻസൂർ ഖാനോട് ഞാൻ ഒരു 2-3 മണിക്കൂർ ഇരുന്ന് ഞാൻ കാര്യം പറഞ്ഞു കൊടുത്തു. ഏത് മൻസൂർ ഖാ, ഇങ്ങനെയാണ് കാര്യങ്ങൾ മൻസൂർ ഖാ, എന്തിനാ ഇങ്ങനെ ഒരു സംഭവം ആക്കുന്നത്, എന്തിനാ നമ്മൾ എങ്ങനെ ഒരു ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്? സീക്രട്ട് ഏജന്റ് അനന്തുവിന്റെ വീഡിയോ കണ്ടോ, ഫസ്മിനെ കൂടെ എല്ലാം പറഞ്ഞൊക്കെ. മോനെ ഫസ്മിനെ വന്ന് പറയട്ടെ. ഈ സീക്രട്ട് ഏജന്റ് ഞാൻ പറയുന്നില്ല, ഈ കണ്ട മറ്റേ വാണുണ്ടല്ലോ, അനന്തു വാണം, ഇവനെല്ലാം പറയുന്നത് കേട്ട് വിശ്വസിക്കാൻ നിൽക്കല്ലേ. ഇവനെല്ലാം പൈസക്ക് യൂട്യൂബിൽ വീഡിയോ ഇടുന്നതാ. അത് മന്ന വെച്ച് വീഡിയോ ഇട്ടാൽ ഓന് ഗുണമുണ്ടാകും, അതുകൊണ്ട് ഓൻ വീഡിയോ ഇടും, മനസ്സിലായി? അതുകൊണ്ട് ഓൻ്റെ ഒന്ന് പേര് ഞാൻ മെൻഷൻ ചെയ്യുന്ന പോലും ഇല്ല. എനിക്ക് അറിയില്ല ഈ വാണല്ലേ ഏതാന്ന് പോലും, ഈ അനന്തു എന്നെല്ലാം പറഞ്ഞ വാണം ഓനല്ലേ ഈ പറഞ്ഞ പോലെ ഏതാന്ന് പോലും എനിക്ക് അറിയില്ല. ഓൻ്റെ ഒന്ന് പേര് പോലും ഞാൻ പറഞ്ഞില്ല. ഞാൻ അക്കീം, അനാൻഷ, സീക്രട്ട് ഏജന്റ്, ഇങ്ങനത്തെ 4 ആൾ അറിയുന്ന ആളെ കുറിച്ച് ഞാൻ പറയില്ല. ഈ അനന്തു എന്നെല്ലാം പറഞ്ഞ അണ്ടർ റേറ്റഡ് മൊണ്ണനൊന്നും ഞാൻ പറയുന്ന പോലും ഇല്ല. കാരണം അതിന് വേണ്ടിയിട്ടായിരിക്കും ഓൻ ഇതെല്ലാം ചെയ്യുന്നുണ്ടാവും. ഓൻ്റെ പേര് ഞാൻ പറഞ്ഞ് ഓനെ കുറ്റം പറഞ്ഞിട്ട് അടുത്ത വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. അത് ഇങ്ങനെ നോക്കും, ഈ വാണെല്ലാം അതിന് വേണ്ടി നടക്കുന്നതാണ്. അതുകൊണ്ട് ഓനെല്ലാം എന്തെല്ലോ കഥയും ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് വന്ന് പറയുമായിരിക്കും. ഫസ്മിനെ വന്ന് പറയട്ടെ, അതല്ലേ അതിന്റെ ശരി. അല്ലാണ്ട് ഈ കണ്ട ഈ വാണെല്ലാം പറയുന്നത് കേട്ടിട്ട് അതിന് റിപ്ലൈ കൊടുക്കാൻ നമുക്ക് സമയമില്ല. അപ്പോ എന്താ ഞാൻ പറഞ്ഞത്, അപ്പൊ അതും കഴിഞ്ഞ് ഈ മൻസൂർ ഖാനോടുള്ള അത്രയും മണിക്കൂർ ഞാൻ സംസാരിച്ചു, ഇങ്ങനെ ആക്കണ്ട മൻസൂർ ഖാൻ, അങ്ങനെയാണ് ഇങ്ങനെയാണ്. മൻസൂർ ഖാൻ ഓനോട് പറഞ്ഞോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. പിന്നെ ഈ ഷെയ്ഖ് എന്ന് പറഞ്ഞ വേണം, ഇവനല്ല ഈ പറഞ്ഞ പോലെ ഇതിൽ ഇടപെട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയതെന്ന് ഇവനെല്ലാം ചെയ്തതെന്ന് ഗുണം, മനസ്സിലായ? ഇവനെല്ലാം ഈ പറഞ്ഞ ഗ്രീഡീസ് പറയുന്നെല്ലാം പറഞ്ഞിട്ട് ഇവനെല്ലാം ഓൻ്റെ വന്ന് സൂപ്പർ ചാറ്റ് ചെയ്തിട്ടുണ്ടായിട്ടുണ്ടല്ലോ ഈ വാണം. അപ്പൊ ഈ വാണെല്ലാം ചെയ്തതെന്ന് കേൾക്കുന്നുണ്ടായിട്ടില്ലേ? അയ്യോ, വന്നല്ലേ? ഓക്കെ, ലൈവ് വന്നോ? ഇനിയിപ്പോ നിർത്താം. ഞാൻ ആ ഫ്ലോയിൽ ഇങ്ങനെ പറഞ്ഞു പോയായിരുന്നു. ഇനി പറയണോ? ഇനി ഇതിന്റെ ബാക്കി പറയണോ ഗൈസ്? വന്നു അതെന്താ ആയതുകൂടി നെറ്റ് എന്തോ പോയതെന്നോ കേട്ടോ. അല്ല, ഞാൻ ഇതിന്റെ ബാക്കി പറയണോ? വേണോ? പറ. എവിടെ ഞാൻ നിർത്തിയതോടി? ഓക്കെ. അപ്പം ഈ പറഞ്ഞ ആണുങ്ങളെല്ലാം ഇതിന് കോംപ്രമൈസ് എന്നെല്ലാം പറഞ്ഞിട്ട് നിന്നിട്ട് ഇവനെല്ലാം അപ്പുറം ഇപ്പുറം തമ്മി തല്ലിപ്പിച്ച് എന്നല്ലാണ്ട്, കാരണം ഓനെല്ലാം എന്നാലേ വ്യൂസും ഇതെല്ലാം കിട്ടും. ഷമീർ ഇതാകണം, തൊപ്പിയും ഇതാകണം, ഇവർ തമ്മിൽ അടിയായാൽ ഓനെല്ലാം ഗുണമാണ്, മനസ്സിലായി? സിമ്പിൾ ലോജിക്കാണ്. ഇതിലെല്ലാം മണ്ടന്മാരായത് ഞാനും ഓരും മാത്രം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഈ പറഞ്ഞതിൽ എന്തൊക്കെ ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഈ പറഞ്ഞ മൻസൂർക്കായിട്ട് കുറേ സമയം സംസാരിച്ച് ലാസ്റ്റ് റാംബോനെ വിളിച്ചായിരുന്നു. റാംബോ പറഞ്ഞത്, നീ അങ്ങനെ പൊട്ടിക്കുന്നുണ്ടായത് നീ പൊട്ടിക്കടാ മൈര, അങ്ങനെ എന്തോന്ന് എന്നോട് പറഞ്ഞത്, മനസ്സിലായി? എന്നിട്ടും ഞാൻ ഇതാക്കി അശ്വിൻ ചേട്ടനെ വിളിച്ച്, ഓനെ വിളിച്ച്, ഇവനെ വിളിച്ച്, മറ്റോനെ വിളിച്ച്. കാരണം ഇങ്ങനെ ഒരു സീന് ക്രിയേറ്റ് ചെയ്യണ്ട, ഇങ്ങനെ ഒരു സീൻ വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് മാക്സിമം പറയാനും ഇതാക്കാനും. 1 ഉറുപ്യ പോലും വേണ്ടെന്ന് ഞാൻ പറഞ്ഞത്. 5-ന്റെ പൈസ വേണ്ട, ഓനുമായിട്ടൊന്ന് സംസാരിച്ചിട്ട് ഇത് സോൾവ് ചെയ്തോടെ എന്ന് പറയാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്താ കയപ്പ് എനിക്കറിയില്ല മുത്തേ. ഈ പറഞ്ഞ പോലെ ആയിരിക്കാന്ന് ഇത് എന്താ ഇതിന്റെ ഇത് എനിക്കറിയില്ല മുത്തേ, സത്യം ഞാൻ പറയാലോ. ഇത് ഞാൻ ആലോചിക്കുമ്പോ ഞാൻ പറയട്ടെ, തൊപ്പിയും ഞാനും ഒഴിച്ച് ബാക്കി എല്ലാവരും ഈ പറഞ്ഞ പോലെ തമ്മിത്തല്ല് കാണാനും തെറ്റാനും ആഗ്രഹിച്ചിരുന്ന ആൾക്കാരാന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഏതൊരുത്തന്റെ പേര് നിങ്ങൾ അതിന്റെ കൂടെ എടുത്തിട്ടാലും എല്ലാവരും അത് ആഗ്രഹിച്ചിരുന്നു. അതെന്തിനാ ഏതിനാ എന്താ എനിക്കറിയില്ല, മനസ്സിലായ? സോ എനിക്കിപ്പം മനസ്സിലായെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റാവുന്ന എല്ലാ രീതിയിലും ഈ പറഞ്ഞ പോലെ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി ഞാൻ നോക്കി.
പറ്റിയില്ല. ഇതിങ്ങനെയാന്ന് തോന്നുന്നു ഇത് നടക്കാൻ ഇതായത് വിധിച്ചത്. അപ്പൊ അതങ്ങനെ നടന്നു. എനിക്ക് ഇതിന്റെ ബാക്കിൽ വർത്താനം പറഞ്ഞിട്ടോ ഇതാക്കിയിട്ടോ ഒന്നും കാര്യമില്ല. അതറിയാം എനിക്ക്. അപ്പം അത് വിട്. നമുക്കിനി ബാക്കി അങ്ങോട്ട് ഇനി എൻ്റെ ജീവിതം നോക്കി ഞാൻ പോവാം. ഓനും എൻ്റെ ജീവിതം നോക്കി പോട്ടെ. അതല്ലാണ്ട് വേറെ ചെയ്യാനില്ല. ഓക്കെ. RP ഈസ് RP. അത് സത്യം. RP അത് അത്രേ ഉള്ളൂ. ഓടാ ഉണ്ണ ഫ്രണ്ട്സിനിടയിലുള്ള അവിടെ തീർക്കണം. ഇവർ ഈ കഥയൊന്നും കേൾക്കാണ്ട് ഇപ്പം കയറി വന്നിട്ട് എന്തെല്ലാം ഈ മൊണ്ണ പറയുന്നത്. എൻ്റെ പൊന്നു ബ്രോ, അതാന്ന് ഇവിടെ പറഞ്ഞു കൊടുക്കുക. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് ഇവിടെ ഇങ്ങനെ ഈ കുറച്ച് ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമുണ്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ അടുത്ത വരുന്ന ഓന് ഇത് മനസ്സിലാവില്ല, അല്ലെങ്കിൽ ഓൻക്ക് ഇതിൻ്റെ കഥ അറിയണ്ടാവില്ല. അപ്പോൾ ഓനോട് ഞാൻ പിന്നെയും വിവരിക്കണം. ഇത് ഈ പറഞ്ഞ ഓരോരുത്തരോട് ഞാൻ കഥ വിവരിക്കുന്ന പോലെ ഒരു 10 പ്രാവശ്യം ഞാൻ ഈ കഥ പറയേണ്ടി വരും. അപ്പോൾ ഇത് ഞാൻ യൂട്യൂബിലെങ്ങാനും പറഞ്ഞോളാം. അതാകുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. ഇതല്ലാണ്ട് ഇവിടെ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബ്രോ ഒന്നുകൂടെ പറ. 3 മിനിറ്റ് അപ്പോഴേക്കും മൊത്തം പറഞ്ഞു കഴിഞ്ഞോ? എൻ്റെ പൊന്ന് ബ്രോ, ഞാൻ ഇവിടെ പറഞ്ഞ് തീർന്നില്ലേ? ഇനി ഞാൻ ഇതെന്താന്ന് ഞാൻ ഇതിങ്ങനെ 10 പ്രാവശ്യം റിപ്പീറ്റ് അടിച്ച് പറയണം? അച്ചു നിങ്ങക്ക് നമ്മളല്ലോ ഇല്ലേ? താങ്ക് യു ബ്രദർ, താങ്ക് യു. കഥ കേട്ട് മടുത്ത് RP കയറണോ? നമുക്ക് നിർത്തിയാ പോരെ? ഞാൻ നാളെ വരാടാ, നാളെ വരാം. അല്ലേ നല്ലേ? എന്ത് കേസ് ബ്രോ? വിട് വച്ചു. വോയിസ് റെക്കോർഡ്? ആരും വോയിസ് റെക്കോർഡ്? TDM ഗ്രൈൻഡ് നമുക്ക് നാളെ ചെയ്യണം മുത്തേ, നാളെ ചെയ്യാം. മെയില് നിർത്ത്. മൂവ് ഓൺ ആയിട്ട് വാ. മൂവ് ഓൺ ആയിട്ട് വരല്ലേ? അപ്പോൾ ആ പരിപാടി നോക്ക്. ഈ പരിപാടിയൊക്കെ നിർത്ത്. നമുക്കിത് കണ്ട് മതിയായിരുന്നു. ഓക്കെ. അപ്പോൾ നാളെ മുതൽ നമുക്ക് നല്ല ഇതുമായിട്ട് വരാം. ഓക്കെ, നമ്മളെ ഇതുമായിട്ട് നമുക്ക് അങ്ങ് മുമ്പോട്ട് പോവാം. നല്ല അടിപൊളി സ്ട്രീപ്സുമായിട്ട് മുമ്പത്തെ പോലെ നമുക്ക് അങ്ങനെ പോവാം. അങ്ങനെ പോവാം. നാളെ മുതൽ നമുക്ക് ഞാൻ ഒരു ഉറപ്പ് തരാം. അങ്ങനെ ഞാൻ ഇതാക്കും. എൻ്റെ ഡൗണും എൻ്റെ ഇതൊക്കെ മാറ്റി വെക്ക്. നിങ്ങൾ ഇവിടെ അൾട്ടിമേറ്റ്ലി നിങ്ങൾ വരുന്നത് എൻജോയ് ചെയ്യാനും നിങ്ങൾ ഇതാക്കാനും, അല്ലാണ്ട് എൻ്റെ വിഷമം കേട്ട് സങ്കടപ്പെടാൻ അത് ശരിയല്ല. കാരണം നിങ്ങൾ വരുന്നത് നിങ്ങളത് നോക്കേണ്ട ആവശ്യമില്ല. അൾട്ടിമേറ്റ്ലി ഈ പറഞ്ഞ പോലെ അങ്ങനെയാണത്. മനസ്സിലായോ? എനിക്കിനി വാച്ചിങ് ഒന്നും ഉണ്ടാവില്ല ബ്രദർ. എനിക്കിപ്പോൾ ഇവിടെ വാച്ചിങ് ഉണ്ട്. ഞാൻ പറയുന്നില്ല എനിക്ക് ഈ പറഞ്ഞ നിന്റെ ഒന്ന് മാസടിക്കാൻ വേണ്ടി നിന്റെ അടുത്തൊന്നും ഇതാക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് നീ എല്ലാം എന്തെങ്കിലും ആക്ക്. അപ്പൊ അത് വിട്. അപ്പോ ബ്രോ എല്ലാം ഒരു വ്ളോഗായി പറ. എല്ലാ സത്യവും പുറത്തു വരട്ടെ. എന്തിനാണ് എന്താ ഈ പറഞ്ഞ പോലെ സത്യം പുറത്തു വരാനും ഇതാക്കാനുള്ളത്? മതിയടാ, മനസ്സിലാ? മതി, എനിക്ക് മതിയായി. നമുക്ക് നമ്മളെ പരിപാടിയായിട്ട് നാളെ മുതൽ പോവാടാ. മനസ്സിലായോ? നാളെ മുതൽ ഞാൻ അവേഴ്സ് കൂട്ടി ഞാൻ ചെയ്തോളാം. ഓക്കെ, നമുക്ക് നമ്മളെ ഇതുമായിട്ട് പോവാം. അത്രേ ഉള്ളൂ. അപ്പൊ ബൈ ഗൈസ്, നമുക്ക് നാളെ കാണാം. ലവ് യു. അത്രേ ഉള്ളൂ. ബൈ ബൈ, ലവ് യു. ഞാൻ എൻ്റെ കേട്ടോ. നമുക്ക് നാളെ കാണാം.